ഇതിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അല്ല, നമുക്ക് എക്സാമിന്റെ ഒരു പ്രീവിയർ അറ്റംപ്റ്റ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ മാർജിനൽ കോസ്റ്റിങ് എല്ലാ തവണയും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഒരു 14 മാർക്കിന് മാർജിനൽ കോസ്റ്റിംഗ് ഉണ്ടാകും. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒരു 7 മാർക്ക് ഷുവർ ആണ്. അതേപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ബഡ്ജറ്റിങ്, അതുപോലെ തന്നെ കോൺട്രാക്ട് കോസ്റ്റിംഗ്, പ്രോസസ്, സർവീസ്, അങ്ങനെയുള്ള എല്ലാ ഷോർട്ട് ക്വസ്റ്റ്യനിൽ ഉൾപ്പെട്ട തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത് നമ്മുടെ കോസ്റ്റ് ഷീറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ. അത് എപ്പോഴും വരാറുള്ളത് എപ്പോഴാണ്? ക്വസ്റ്റ്യൻ നമ്പർ 2A സാധനം കാണുന്നത്. പിന്നെ ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് കയറിയെന്ന് വെച്ചാൽ കുറെ ടൈം എടുത്ത് ലാഗ് ആക്കാനും താല്പര്യമില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പം എനിക്കിപ്പോ കൂട്ടത്തിൽ ആരെങ്കിലും പരിചയമില്ല, എനിക്ക് എന്നെ ഇങ്ങോട്ടും പരിചയമില്ല. അപ്പം ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കയറുന്നത്. ഇപ്പം ആരെങ്കിലൊക്കെ ഇനി കയറാനുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും കയറണമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും നിങ്ങൾ കൂട്ടത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാടാം. കാരണം ഞാൻ ഡയറക്റ്റ് ടോപ്പിക്കിലേക്ക് തന്നെ കയറാൻ പോവാം. അപ്പോൾ അത്ര വിളിച്ചിട്ട് പറയുന്നില്ല, നേരെ ടോപ്പിക്കിലേക്ക് കയറാം. കോസ്റ്റ് ഷീറ്റ് എടുക്കുന്നത് കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പോൾ ഡയറക്റ്റ് ടോപ്പിക്. അല്ലെങ്കിൽ ഇതിന്റെ മേലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് എന്താണ് കോസ്റ്റ് ഷീറ്റിനെ കുറിച്ച് മാത്രം പറയുന്നതാണ്. അസർട്ടൈൻമെന്റ് ഓഫ് കോസ്റ്റ് ഷീറ്റ് ആണ് ഇത്. അതിന്റെ മേലെ പറയുന്ന കുറെ തിയറീസ് അതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തിരിയും. ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് ലിബറും അങ്ങനെ അല്ലറ ചില്ലറ ഇങ്ങനെ ചവർ പോലെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെയുള്ള ഇമ്പോർട്ടന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ്. അപ്പോൾ അതിൽ കുറച്ച് ടേംസും അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെയും അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ഒക്കെ എന്താ പറയുക ഡിഫറൻസസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ. പിന്നെ എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ പറയുകയാണെങ്കിൽ ഇതേപോലെ കുറച്ചുണ്ട്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിലും ഉണ്ട്. പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്. നമ്മളെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റിലാണ് ഈ പ്രൈം കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, മെറ്റീരിയൽ എന്തല്ലോ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, കോസ്റ്റ് ഓഫ് ആ സാധനങ്ങളെ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് വരുന്നത് അതിലുള്ളത്. ഈ മേലെ പറഞ്ഞ 4 ചാപ്റ്ററിന്റെയും ആകത്തുക, ആ 4 ചാപ്റ്ററിനും പറഞ്ഞു വെച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതാണ് എന്ത് 1.5 പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ് ആൻഡ് അസർട്ടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ഭാഗത്തൊക്കെ എന്തൊക്കെയല്ലോ എല്ലാം ഉണ്ട്. അതിൽ തന്നെ ഇപ്പൊ കോസ്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റിംഗ് എന്താണെന്നുള്ളത്, കാസ്റ്റിലെ ഡാറ്റ വെച്ച് യൂസ് ചെയ്യുന്ന ഒരു കോസ്റ്റ് മെത്തേഡ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, നമ്മൾ ഫിക്സ്ഡ് വേരിയബിൾ കോസ്റ്റ് ഒക്കെ അലോട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. ഓരോന്നിലേക്ക് നമ്മൾ അബ്സോർബ് ചെയ്ത് കൊടുക്കുന്ന ഒരു അങ്ങനത്തെ ഒരു കാര്യം. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് ഓരോ മെറ്റീരിയലിലേക്ക് നമ്മൾ നോർമലി കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇന്ന മെറ്റീരിയലാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്ന ഡയറക്റ്റ് കോസ്റ്റിംഗ്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, അതൊരു അടുത്തൊരു വേ ഓഫ് കോസ്റ്റിംഗ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ പറഞ്ഞാണെങ്കിൽ അറിയില്ല, ഒരു സജീവ യൂണിഫോം കോസ്റ്റിംഗ്. ഈ യൂണിഫോമിറ്റി അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല, അപ്പൊ അത് നമുക്ക് അടിച്ചുവിടാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തിനാണ് ഈ കോസ്റ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അറിയോ? അതൊരു ചോദ്യമാണ്. കാരണം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ മതി. നമ്മളിപ്പോ കമ്പനി നോക്കുകയാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റ് അതിൻ്റെ പ്രോഫിറ്റ്, അതാണ് നമ്മൾ ക്യാപിറ്റലിന് കൊടുക്കുന്ന റിട്ടേൺ. അപ്പൊ അതാണ് മെയിൻ നമ്മളെ ഒരു തീം. ഫിനാൻഷ്യൽ അക്കൗണ്ട് ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, ഇത് രണ്ടിലും നമ്മൾ കാണിക്കുന്നത് എന്താണ്? നമ്മളെ തിരിച്ച് നമുക്ക് ഇവർക്ക് എത്ര കൊടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഒരു ബിസിനസ് ചെയ്യുന്നതിന് ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ അതല്ലേ. അപ്പൊ നമ്മൾ കുറെ കഷ്ടപ്പെട്ട് കുറെ കോസ്റ്റ് ഒക്കെ നമ്മൾ ഇൻകർ ചെയ്ത് അവിടെ കൊടുത്ത് ഇവിടെ പൈസ കൊടുത്ത് അവിടെ പൈസ കൊടുത്ത് ഇതൊക്കെ ചെയ്യുന്ന എന്തിനാണ്? ലാസ്റ്റ് നമുക്ക് കിട്ടാനുള്ള ഒരു റിട്ടേൺ ഉണ്ടോ, ഒരു പ്രോഫിറ്റ്. അപ്പോൾ എന്തിനാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നിട്ട് വേറെയായിട്ടും കോസ്റ്റ് അക്കൗണ്ടിങ് എന്നിട്ട് നമ്മൾ വേറെയായിട്ടും ഈ രീതിയിൽ 2 രീതിയിലായിട്ട് നമ്മൾ പ്രോഫിറ്റ് കാണുന്നതിനുള്ള ഉദ്ദേശം എന്താ പറയുക? അതാണ് ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ മൊത്തത്തിൽ നമ്മൾ എന്താണ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ, ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ഇതാണല്ലോ ഫിനാൻഷ്യൽ ഇയറിന്റെ ആ പീരീഡ്. ആ പീരീഡിൽ ഉണ്ടായ എല്ലാ ബിസിനസ് ആക്ടിവിറ്റീസിന്റെയും കൂടിയിട്ടുള്ള റിസൾട്ടാണ് കാണിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കാണിക്കുന്നത്.
പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ ഒരു പീരീഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല. ഇപ്പം ഒരു സാധനമാണെങ്കിൽ അപ്പൊ നമ്മളിത് ഒരു പെർട്ടിക്കുലർ ഒരു ഫിക്സഡ് പീരീഡ് ഇല്ല. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടാവും, ഒരു പ്രോസസ് കോസ്റ്റിംഗ് ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പ്രോസസ്സ് ചിലപ്പോൾ 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം കൊണ്ടായിരിക്കും തീരുക. അപ്പോ അത്രയും ഇത് മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരൊറ്റൊന്ന് മാത്രമായിട്ട് കാണുന്നതാണ്. എന്ന് വെച്ചാല് പക്ഷെ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു അക്കൗണ്ട്സ് ഉണ്ടാക്കി വെക്കും, സെക്കൻഡ് ഇയറിൽ ഉണ്ടാക്കും, തേർഡ് ഇയറിൽ നമ്മളെ ഈ ഒരു ഒറ്റ പ്രോസസ്സിൽ മാത്രമായിരിക്കും. ഇപ്പൊ ഒരു കമ്പനിയിൽ ഒരു പ്രോസസ് കോസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അതേ ഒരു ഭാഗത്ത് ഒരു കോൺട്രാക്ട് കോസ്റ്റിംഗ് അവിടെ വേറെയും നടക്കുന്നുണ്ട്. അപ്പോ നമ്മൾ സാധാ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ് എല്ലാം കൂടി മെർജ് ചെയ്തിട്ട് നമ്മൾ മൊത്തത്തിലാണ് കാണുക. അപ്പൊ നമ്മൾ ഓരോന്നിനും നമ്മൾ എന്താണ് വേർതിരിച്ച് കാണുന്നത്. അതിന്റെ മെയിൻ സംബന്ധം വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ്, കൺട്രോള്, ഡിസിഷൻ മേക്കിങ്, ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് വെവ്വേറെ ആയിട്ട് നമ്മൾ കാണുന്നത്. അതാണ് അതിന്റെ മെയിൻ പർപ്പസ്. പിന്നെ ഇതിന്റെ നീഡ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുകയാണെങ്കിൽ കമ്പനീസ് ആക്ടിന്റെയും ഇൻകം ടാക്സ് ആക്ടിന്റെ ഒക്കെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് വേണം നമ്മൾ എന്താക്കി കൊടുക്കേണ്ടത്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിന്റെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ആകെ നമ്മൾ ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ മാനേജ്മെന്റിന് എന്താണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്ന ഒരു സാധനമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. റെക്കോർഡിങ് അപ്പുറത്തായാലും സെയിം തന്നെയാണ് ഏകദേശം. ക്ലാസ്സിലൂടെ റെക്കോർഡർ അനലൈസ്ഡ് സബ്ജക്റ്റീവില് ഇപ്പൊ ആ ഒരു സാധനം തന്നെ. പിന്നെ അനാലിസിസ് ഓഫ് പ്രോഫിറ്റ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഫിറ്റ് മെയ്ഡ് ഓഫ് ഈച്ച് പ്രൊഡക്റ്റ്. ഓരോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇന്ന ജോബ് നമ്മൾ എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടാണ്, ഇന്ന പ്രോസസ്സ് എത്ര പ്രോഫിറ്റ് ഉണ്ടായിട്ടാണ്, അതിനാണ് നമ്മൾ ഈ കാണുന്നത്. പക്ഷെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എല്ലാം കൂട്ടി ബിസിനസ് ആസ് എ ഹോൾ എല്ലാം ഒന്നായിട്ടാണ് കാണുന്നത്. അപ്പൊ മൊത്തത്തിൽ നമുക്കിപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കമ്പനി പ്രോഫിറ്റിലാണ്. ഇപ്പൊ നമ്മള് സെയിൽസ് ഇത്ര വന്ന്, നമ്മൾ ഇത്രയൊക്കെ നമ്മൾ എക്സ്പെൻസ് വന്ന്, ട്രേഡിംഗ് പി എൻ എൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം വന്ന്, ലാസ്റ്റ് നമ്മൾ പി എൻ എൽ ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ഒരു 5 ലക്ഷം കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടാവും, അതേപോലെ തന്നെ ഒരു സാധനം നമ്മൾ നേരിട്ട് വന്ന് ഹോൾസെയിൽ ഡീലേഴ്സിനെ പോലെ സാധനം വന്ന് അതേപോലെ തന്നെ നമ്മൾ വിൽക്കുന്നുണ്ട്. റീറ്റെയിൽ ഷോപ്പ് പോലെ നമ്മൾ അങ്ങനെയും വിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു കോൺട്രാക്ട് എടുത്ത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒന്നും നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റൂല. എല്ലാം കൂടി മൊത്തത്തിലായിട്ടാണ് ഏത് കാണുക, നമ്മളെ പി എൻ എൽ കാണിക്കുക. പക്ഷെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എന്താണ്, ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത എക്സ്പെൻസ്, എന്നിട്ട് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ കിട്ടുന്ന പ്രോഫിറ്റ്. അതുപോലെ തന്നെ ജോബ് ആണെങ്കിൽ അങ്ങനെ വേറെ രീതിയിൽ, പ്രോസസ് ആണെങ്കിൽ വേറൊരു രീതിയിൽ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക. പക്ഷെ ഞാനിപ്പോ പറയുന്നത് തന്നെ നിങ്ങൾക്ക് തിരിയായിരിക്കും, നമ്മള് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ്, ബ്രാഞ്ച് അക്കൗണ്ട്സ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കാണുന്നില്ലെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ ഇത് അത്രയും പ്രോപ്പർ ആയിരിക്കില്ല. ഞാനിത് വെറുതെ വലിച്ചു നീട്ടുന്ന പോലെ എനിക്ക് ഒരു തോന്നൽ ആക്കി ജസ്റ്റ് വായിച്ചു വെക്കാം, ഇത്രയേ ഉള്ളൂ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതല്ല കോസ്റ്റ് അക്കൗണ്ടിങ് ടേംസ്, കോസ്റ്റ്, ഹിസ്റ്റോറിക് കോസ്റ്റ്, എക്കണോമിക് കോസ്റ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്, റെലവെന്റ് കോസ്റ്റ്, അങ്ങനെ കുറെ കോസ്റ്റിന്റെ പേരുകളുണ്ട്. അതൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കാണുന്നില്ല, അതങ്ങനെ ചോദിച്ചു വരില്ല. പക്ഷെ തിയറി ഉണ്ട് കേട്ടോ, നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ തിയറി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് നോക്കിക്കുക. അവൈലബിൾ കോസ്റ്റ്, അൺഅവൈലബിൾ കോസ്റ്റ്, അതൊക്കെ എന്താന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അവൈലബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പീഡിയ കൂട്ടിയാൽ ഉണ്ടാവാത്ത കോസ്റ്റും പീഡിയ കൂട്ടിയാലും ഉണ്ടാകുന്ന കോസ്റ്റും, ഇതാണ് അവൈലബിൾ അൺഅവൈലബിൾ എന്ന് പറഞ്ഞൊരു സാധനം. കൺട്രോളബിൾ, നോൺ കൺട്രോളബിൾ, അത് ഏകദേശം രണ്ടും സെയിം ടിപ്പിക്കൽ സാധനമാണ്. പിന്നെ 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 പറയുകയാണെങ്കിൽ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്, അതിൽ നമ്മൾ പറഞ്ഞു. ഇപ്പം ഡയറക്റ്റ് ആണെങ്കിൽ എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ ഇതൊക്കെ നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ ഫസ്റ്റ് തുടക്കം മെയിൻ ഇങ്ങനെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഫസ്റ്റ് കാണിക്കുക പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിൽ എന്തൊക്കെയാണ്, പ്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ആദ്യം പ്രൈമറി സെക്കൻഡറി എന്ന് പറഞ്ഞാൽ എന്താ, ഫസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ്, ഐ മീൻ ആ ഒരു പ്രൊഡക്റ്റിൽ ആദ്യം വരുന്ന ഒരു ഡയറക്റ്റ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആണ് എന്ത് പറയുന്നത്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ എലമെന്റ്സ് ഓഫ് കോസ്റ്റിൽ ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് ഡയറക്റ്റ് കോസ്റ്റും ഇൻഡയറക്റ്റ് കോസ്റ്റും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് കോസ്റ്റിലാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ പ്രൈം കോസ്റ്റുകളാണ് ഈ ഡയറക്റ്റ് കോസ്റ്റുകൾ എന്ന് പറയുന്നത്. മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ്. അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ. അതാണ് പ്രൈം കോസ്റ്റിന്റെ അടിയിലോട്ടേക്ക് വരുന്ന സാധനങ്ങളാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ്, ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, പ്രൊഡക്ഷൻ ഓവർഹെഡ്. ഇന്ന സാധനങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറയുന്നത് എലമെന്റ്സ്.
അതിൽ തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതാണ് ഇഷ്ടം പോലെ ഡിഫറൻറ്റ്. ഇപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് തന്നെ ഡയറക്റ്റ് വരാം, ഇൻഡയറക്റ്റ് വരാം. എംപ്ലോയി കോസ്റ്റ് ഡയറക്റ്റ് വരാം, ഇൻഡയറക്റ്റ് വരാം. അതർ എക്സ്പെൻസ് ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഇപ്പൊ ഓവർ ഹെഡ് വെച്ച് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, ഫാക്ടറി ഓവർ ഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സോറി, അപ്പോ അപ്പോ പിന്നെ കുറെ ടൈപ്പ് സാധനം ഇങ്ങനെ വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്, എംപ്ലോയി കോസ്റ്റ്, ഡയറക്റ്റ് എക്സ്പെൻസ്, മെറ്റീരിയൽ കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, സെമി വരും. ഇത് ജസ്റ്റ് ആണെന്ന് പറഞ്ഞുതരാം. ഇത് കുറച്ച് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് നമ്മൾ MCQസിലൊക്കെ കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ആയിട്ട് കാണുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്, ബൈ ട്രേസബിലിറ്റി ഓഫ് കോസ്റ്റ് ടു ഒബ്ജക്റ്റീവ്, ബൈ ഫംഗ്ഷൻ, ബൈ നേച്ചർ ഓഫ് ബിഹേവിയർ, ബൈ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഓർ ഓപ്പറേഷൻ പ്രോസസ്, ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഞാൻ എഴുതിയ സമയത്തൊക്കെ നേച്ചർ ഓഫ് ബിഹേവിയറിൽ പെട്ടത് എന്തൊക്കെയാണ് അപ്പൊ കുറെ തരും. ഇപ്പോ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്, ഇപ്പൊ MCക്ക് ചോദിക്കുകയാണ് ഈ താഴെ പറയുന്നതിൽ ഏതാണ് നേച്ചർ ഓഫ് എക്സ്പെൻസിൽ വരുന്ന കോസ്റ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് എന്താ തരും? എംപ്ലോയി കോസ്റ്റ് തരും, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് തരും, പിന്നെ പ്രോസസ് കോസ്റ്റ് എന്ന് തരും. അപ്പോൾ അതിൽ എംപ്ലോയി കോസ്റ്റ് ഏതാണോ ശരി അത് നമ്മൾ നേരെ എടുത്തു വെക്കാന്നുള്ളൊരു സാധനം. അപ്പൊ ഇതിന് ചെറിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ്, എക്സ്പെൻസിന്റെ നാച്ചറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെയാ വരിക? ഒന്ന് നമുക്ക് മെറ്റീരിയലിലേക്ക് വരുന്ന കോസ്റ്റ് ഉണ്ടാവും. പിന്നെ ഒന്ന് ആ മെറ്റീരിയൽ എന്നുവെച്ചാൽ മെറ്റീരിയൽ പർച്ചേസ്, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന നാച്ചർ ഓഫ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ വാങ്ങുന്നത് ഒരു നാച്ചർ ഓഫ് എക്സ്പെൻസ് ആണ്. ആ മെറ്റീരിയലിനെ പാകപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉണ്ടാകുന്ന ലേബേഴ്സിന് ഉണ്ടാകുന്ന ചാർജസ്, അത് മെറ്റീരിയൽ എംപ്ലോയി കോസ്റ്റ് ആണ്. പിന്നെ അതിലേക്ക് വേണ്ടി വരുന്ന മറ്റ് ചില ഡയറക്റ്റ് എക്സ്പെൻസുകൾ ഉണ്ടാവും. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് അതാണ് ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസ് 3 ഉണ്ട്. ബൈ ട്രേസബിലിറ്റി ടു കോസ്റ്റ് ടു ഒബ്ജക്റ്റ്. ട്രേസബിലിറ്റി വെച്ചാൽ ഇന്ന കോസ്റ്റ് ഏതിലേക്കുള്ളതാണെന്നുള്ളത്. ട്രേസബിലിറ്റിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കട്ടോ. ട്രേസബിലിറ്റിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് 2 രീതിയിലാണ് ട്രേസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു കോസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം എന്താ പറയാ, ഒരു പെന്നാണ് നമ്മളെ പ്രൊഡക്റ്റ്. പെന്ന് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഒരു 2 സാധനം ഉണ്ടാവും. ഇപ്പൊ പെന്നാണെങ്കിൽ ഇങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്കിന് നമുക്കൊരു എക്സ്പെൻസ് വരും. നമ്മളെ പെന്നാണ് നമ്മളെ പ്രൊഡക്റ്റ് എങ്കിൽ ഇങ്ക് എന്നുള്ള എന്താണ്, നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഒരു എക്സ്പെൻസ് ഉണ്ടാവും. പാക്കേജിങ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് കൊടുക്കുന്ന വേറൊരു എക്സ്പെൻസ് ഉണ്ടാവും. ഇപ്പൊ നമ്മളൊരു ഡീലർ അങ്ങനെയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് സാധനം. നമ്മൾ എന്ത് ചെയ്യും, ഞാൻ കുറെ പ്രൊഡക്റ്റ് ഉണ്ടാക്കും. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ കുറെ പെൻ ഉണ്ടാക്കും. പെൻ ഉണ്ടാക്കിയിട്ട് പെന്ന് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കമ്മീഷൻ കൊടുക്കും. കമ്മീഷൻ കൊടുത്തില്ല. അപ്പൊ ഈ 2 എക്സ്പെൻസ് അവിടെ കാണുന്നുണ്ട്. ഒന്ന് എന്നുള്ളത് പെന്നിനെ സംബന്ധിച്ച് ഇങ്ക് എന്നുള്ള ഒരു എക്സ്പെൻസും ഉണ്ട്. അതേപോലെ തന്നെ ഈ പെന്ന് കിട്ടുന്ന ഇപ്പം നമ്മളെ കൊടുക്കുന്ന കമ്മീഷൻ ഉണ്ടല്ലോ, സെയിൽസ് കമ്മീഷൻ എന്ന് പറയുന്നത്. സെയിൽസ് കമ്മീഷൻ എന്താണ്, ആ പെന്നിനെ സംബന്ധിച്ചിടത്തോളം ഒരു എക്സ്പെൻസ് ആണ്. അപ്പോ ഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. അതാണ് ബൈ ട്രേസബിലിറ്റി കോസ്റ്റ് കോസ്റ്റ് ഒബ്ജക്റ്റ് മനസ്സിലാണ്. പിന്നുള്ളത് ബൈ ഫംഗ്ഷൻ. ബൈ ഫംഗ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, റിസർച്ച്, R&D. ഈ 4 ക്വസ്റ്റിനും നമുക്ക് എന്താണ് ബൈ ഫംഗ്ഷൻ ബിഹേവ് ഫംഗ്ഷണൽ ബേസിൽ ഉണ്ടാകുന്ന ക്ലാസിഫിക്കേഷൻസിന് നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏതിൽ? കോസ്റ്റ് ഷീറ്റിൽ ഇട്ടാ ഇതൊന്ന് നോക്കാം. പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന കോസ്റ്റുകൾ ഉണ്ടാവും. അഡ്മിനിസ്ട്രേഷൻ ഭാഗത്ത് ഇപ്പൊ നമ്മൾ ഓഫീസ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്താണ്, അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ ഉണ്ടാകുന്ന ഒരു കോസ്റ്റ് ആണ്. പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തുണ്ട്, പ്രൊഡക്ഷൻ റിലേറ്റഡ് കോസ്റ്റ് ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് കോസ്റ്റ് ഉണ്ടാവും, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഇവിടെ സെയിൽസ് കമ്മീഷൻ എന്ന് പറഞ്ഞില്ലേ, എന്താണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് ആയിട്ട് വരുന്ന സാധനമാണ്. പിന്നെ R&D, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനുണ്ടാകുന്ന R&D അതെന്താണ്, അതൊരു വേറൊരു ഫംഗ്ഷൻ ആണ്. ഇതിന് ഓരോന്നിനും നമുക്ക് എന്താണ് ഓരോ എക്സ്പെൻസ് വരും. അതൊക്കെ ഒന്ന് നോക്കി പഠിക്കാം. പിന്നെ ബൈ നേച്ചർ ഓഫ് ബിഹേവിയർ, ബിഹേവിയറൽ കോസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഇതാണ്. ഒന്നുമില്ല, ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്, ഇത്രയുള്ളൂ. പിന്നെ പറയുകയാണെങ്കിൽ ജോബ് കോസ്റ്റ്, പിന്നെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ പ്രോസസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ ഹലോ
ഹലോ, പറഞ്ഞോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പം ഓപ്പറേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഈ സാധനങ്ങൾ മറ്റേ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താ പറയാ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്, കുറച്ച് മെത്തേഡ്സ് ആണ് ഈ ലാസ്റ്റ് പറയുന്നത്. അതിൽ ആണ് എന്ത് പറയുന്നത്, ജോബ്, ബാച്ച്, കോൺട്രാക്ട്, പ്രോസസ്, ജോയിന്റ്. അത് നമുക്കൊരു മൊഡ്യൂൾ ആയിട്ട് തന്നെ ഉണ്ട്. സെക്ഷൻ ബിയിൽ ഒരു മൊഡ്യൂൾ ആയിട്ട് തന്നെ നമുക്ക് എന്തുണ്ട്, ഈ സാധനങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ജോബ് കോസ്റ്റ്, ബാച്ച് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ജോയിന്റ് കോസ്റ്റ്. ഇത്രയും തിയറീസ് ഒന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് നേരെ എടുത്ത് പോയാൽ മതി. എനിക്ക് അങ്ങനെ ആയിരിക്കുന്നവരുണ്ടാവും. ജസ്റ്റ് ഒന്ന് മേലുള്ള ഇപ്പം ഇമ്പോർട്ടൻസ് ആയിട്ടൊന്നും മേലെ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇനി നമ്മള് വലിച്ചു നീട്ടി കുറെ എന്തെല്ലോ പറഞ്ഞു. ഇനിയിപ്പോ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, കോസ്റ്റ് ഷീറ്റിനെ കുറിച്ചിട്ട് മാത്രം പറയാം. കോസ്റ്റ് ഷീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മളെ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ എത്രയുടെ പേജ് നമ്പർ 37 പറയുന്നതാണ് ഇതിന്റെ ഫോർമാറ്റ്. ടിപ്പിക്കൽ എന്താണോ ആ സാധനം. എന്താ പറയാ, ഇപ്പം നമ്മൾ എന്തൊക്കെയാണ്, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്ന കോസ്റ്റ് ഉണ്ട്, ഫാക്ടറി കോസ്റ്റ്, അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് സെയിൽസ്, പിന്നെ പ്രോഫിറ്റ്. ഈ 5 കാര്യങ്ങളാണ് നമ്മൾ എന്താക്കുന്നത്, കോസ്റ്റ് ഷീറ്റിൽ ഡീൽ ചെയ്യുന്നത്. ഈ 5 കാര്യങ്ങൾ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടെത്തണം, ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തണം, എന്നിട്ട് നമ്മൾ എന്ത് കണ്ടെത്തണം, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടെത്തണം, പിന്നെ നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കണ്ടെത്തണം. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതാണ് നമ്മൾ സെയിൽ ചെയ്ത ഗുഡ്സിനുണ്ടായ കോസ്റ്റ്, പിന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ്, പിന്നെ പ്രോഫിറ്റ്. ഈ 5 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചാൽ ഈ 5 കാര്യങ്ങൾ അതെങ്ങനെയാണ്, നമുക്ക് പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവറായിട്ട് ചേർത്താലാണ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. എനിക്ക് കൂടുതലായിട്ടും തോന്നുന്നത് ഇതൊക്കെ ഒന്ന് എഴുതി തരുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് മനസ്സിലാവാന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ, പക്ഷെ ഇപ്പൊ എഴുതാനുള്ള എന്താ പറയാ ഒരു ചാൻസ് ഇപ്പൊ ഇല്ല. അതുകൊണ്ടിപ്പം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി ചെയ്യും. പിന്നെ അതിന്റെ മേലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പം പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഞാൻ മേലെ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോസ്റ്റിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റിലേക്ക് വരുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്. ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പെന്നാണെന്ന് കരുതുക. ആ ഒരു പെന്നാണെങ്കിൽ ആ പെന്നിന് വേണ്ടിയിട്ട് നമ്മളൊരു പെന്നിന്റെ ബോഡി, ആ ഒരു സാധനം നമ്മൾ എന്താണ്, ആ ഒരു മെറ്റീരിയൽ നമ്മൾ വാങ്ങണം. ഇങ്ക്, ആ ഒരു ഇങ്ക് നമ്മൾ വാങ്ങണം. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം കൂടി അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ലേബേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റിക്രൂട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വേറെ ജസ്റ്റ് ആ പെന്നിന്റെ മുകളിൽ ഒരു ചെറിയൊരു സ്റ്റിക്കർ വേണം. അതുപോലെ തന്നെ നമ്മളൊരു പരസ്യം ചെയ്യുന്നുണ്ട്, സെല്ലോ ആണെങ്കിൽ സെല്ലോ, ടെക്നോ ടിപ്പ്, അപ്പൊ അതൊക്കെ എഴുതുന്ന ഒരു സാധനം, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ. പിന്നെ എന്താണ്, വെറുതെ നല്ല നമ്മൾ മയക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ പെന്നിന്റെ ഉള്ളിൽ, കുറച്ച് അലങ്കാര പണികൾ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള്, അങ്ങനെ കുറച്ച് എക്സ്പെൻസുകൾ ഉണ്ട്. അപ്പൊ അതൊക്കെ ആ പെന്നിലേക്ക് ഡയറക്ട്ലി നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് ഡയറക്ട്ലി നമുക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അതാണ്. ഇപ്പം ഇങ്ക്, അതുപോലെ തന്നെ ലേബർ, അതുപോലെ തന്നെ പറഞ്ഞ സ്റ്റിക്കർ. ആ സ്റ്റിക്കർ ഇല്ലെങ്കിലും, ഇപ്പൊ സെല്ലോ എന്ന് എഴുതിയ സ്റ്റിക്കർ ഇല്ലെങ്കിലും നമുക്ക് എന്താണ് ആ പെന്ന് യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ആകുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ അതിന് എന്താണ് ആ ഒരു ഡയറക്ട്ലി ആ സാധനം പോകുന്നു, മീൻ പെന്നിലേക്ക് അലോട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. അപ്പോ അതാണ് ഈ തുടക്കത്തിൽ പറഞ്ഞ പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 3 കാര്യങ്ങളാണ് പ്രൈം കോസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഒന്ന് റോ മെറ്റീരിയൽ കൺസ്യൂംഡ്, പിന്നെ ഒന്ന് ഡയറക്റ്റ് ലേബർ, പിന്നെ ഒന്ന് ഡയറക്റ്റ് എക്സ്പെൻസ്. അതിൽ തന്നെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് ഈ സാധനം, ഈ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽ നമുക്ക് ആദ്യം ഉണ്ടാവും, കുറച്ച് മെറ്റീരിയൽ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാല് ഞാൻ ഒരു പെൻ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് മെറ്റീരിയൽ എ ഒരു 2 വേണം, മെറ്റീരിയൽ ബി ഒരു 1 വേണം,
അതുപോലെ തന്നെ ഇന്നൊരു സാധനം കുറച്ചൊരു സർട്ടൻ പെർസെൻറ്റേജ് അത് വേണം. അപ്പൊ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എന്താണ് മെറ്റീരിയൽ വേണ്ടി വരുമായിരിക്കും. പക്ഷെ അതിൽ തന്നെ എന്തായിട്ടുണ്ടാവും, ചില കുറച്ച് കാര്യങ്ങൾ ബാക്കിയായിട്ടുണ്ടാവും. അപ്പൊ ബാക്കിയായി കിടക്കുന്നൊന്നും ഈ പ്രൊഡക്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചാർജ് ചെയ്യാൻ പാടില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് റോ മെറ്റീരിയൽ നമ്മൾ എത്ര കൺസ്യൂം ചെയ്തു അതിനെന്താണ് കുറച്ച് നമ്മൾ കണ്ടെത്തണം. അതിന് പറഞ്ഞാല് നമ്മൾ എല്ലായിടത്തും കാണും, നമ്മളിപ്പോ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആയിക്കോട്ടെ, കോസ്റ്റ് അക്കൗണ്ടിങ് ആയിക്കോട്ടെ, എല്ലാത്തിനും കാണുന്ന ഒരു സാധനം ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. ഇതിൽ ഡയറക്റ്റ് ചാർജ് റിലേറ്റഡ് ടു റോ മെറ്റീരിയൽ. അപ്പൊ ആ ഒരു സാധനം അത്ര ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടുവരാറില്ല. ഇപ്പൊ ഈ ടെക്സ്റ്റിൽ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ ഇപ്പൊ ആദ്യമായിട്ട് കാണുന്നതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് എന്തായിട്ടില്ല, ഇത്ര നമുക്ക് എവിടെയും അതിനൊരു അഡീഷണൽ ഡയറക്റ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം നമ്മൾ കാണില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഓപ്പണിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ, പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് റോ മെറ്റീരിയൽ. അപ്പം ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, റോ മെറ്റീരിയൽ കൺസ്യൂമഡ് കിട്ടും. അതിന്റെ കൂടെ ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും നമ്മൾ കൂട്ടിയാൽ എന്ത് കിട്ടും, നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. ഇനി ഈ പ്രൈം കോസ്റ്റിന്റെ കൂടെ കുറച്ച് കോസ്റ്റുകൾ നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. മനസ്സിലായ? പ്രൈം കോസ്റ്റിന്റെ കൂടെ നമുക്ക് കുറച്ചും കൂടി കോസ്റ്റ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇപ്പൊ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്യണം? ഇപ്പൊ നമ്മൾ മേലെ പറഞ്ഞ റോ മെറ്റീരിയൽ കൺസ്യൂം, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പ്രൈം കോസ്റ്റ് കിട്ടി. ഇനിയിപ്പോ പ്രൈം കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ വന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ നമ്മൾ പ്രൈം കോസ്റ്റിൽ ആഡ് ചെയ്ത്, ഇനിയിപ്പം അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് എക്സ്പെൻസുകൾ എവിടെ വന്നിട്ടുണ്ട്, ആ ഒരു പ്രൊഡക്റ്റിന് വന്നിട്ടുണ്ട്, പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള. ഇപ്പോ അറിയാം, ഒരു പെണ്ണുണ്ടാക്കാണ് ഇപ്പം ഓയില്, നമ്മള് മെഷീൻസിനൊക്കെ വരുന്ന ഡിപ്രിസിയേഷൻസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഉണ്ടാവല്ലോ. ആ മെഷീൻ ഇതാക്കാൻ വേണ്ടിയിട്ട് ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ഓയില്, മറ്റേത് ഇറ്റേത് അങ്ങനെ കുറെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഒരു പെൻ ഉണ്ടാക്കുമ്പോൾ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ള എക്സ്പെൻസ് പ്രൈം കോസ്റ്റിന്റെ കൂടെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഗ്രോസ് ആണ് കിട്ടുക, നെറ്റ് അല്ല. അത് നോട്ട് ചെയ്ത് നോക്കണം. നമുക്ക് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മളിപ്പം ഈ പ്രൊഡക്ഷൻ നടക്കുന്ന എവിടെയാണ്, ഒരു ഫാക്ടറിയിലാണ്. അപ്പോൾ ആ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുള്ളൂ. ഇത് ജസ്റ്റ് നമ്മളിപ്പോ കോസ്റ്റിംഗ് പഠിക്കുകയാണെങ്കിൽ ഏതും, ഇപ്പൊ കോസ്റ്റിംഗിന്റെ ഏതൊരു ഭാഗത്ത് പഠിക്കുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാം. പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് സാധനം, പ്രൈം കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഫാക്ടറിയിൽ നടക്കുന്ന വർക്ക്സിന് വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇത് കഴിഞ്ഞ് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസ് അതൊക്കെ നടക്കുന്ന ഒരു സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ആ ഒരു എക്സ്പെൻസ് ഒക്കെ വരുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. അപ്പൊ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നമ്മൾ തിരിച്ചാലാണ് കുറച്ചും കൂടി ഗുണം ഉണ്ടാവുക. കാരണം നമ്മൾ ഫാക്ടറിയിൽ നിന്ന് എല്ലാം ഇതാക്കിയിട്ട് നമ്മൾ അടുത്ത ഗോഡൌണിലേക്ക് കൊണ്ടുകൊടുക്കുന്നത്, ഗോഡൌൺ എന്നാണ് ഈ സാധനം സെയിൽ ചെയ്യുന്നത്. അപ്പൊ എന്ത് പ്രൈം കോസ്റ്റ് എന്ന് പറയാൻ, ആ മെറ്റീരിയൽ വന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റാ, പണിയെടുക്കുന്നത് വേറൊരു ഡിപ്പാർട്ട്മെന്റാ. അപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്തുണ്ടാവും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസും അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഇതിലൊന്നും ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. പിന്നെയുള്ളത് നമുക്ക് എന്ത് കിട്ടി, നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഗ്രോസ് ആണ്, നെറ്റ് അല്ല. ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് തന്നെ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണെങ്കിൽ ഹലോ ഒന്നുമില്ല വിചാരിക്കുന്നു. ഇപ്പം ഫാക്ടറി കോസ്റ്റ്, അപ്പൊ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടെത്തി, ഫാക്ടറി കോസ്റ്റ് കണ്ടെത്തി. ഇനിയിപ്പം ഫാക്ടറി കോസ്റ്റും കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്തത് കണ്ടെത്താനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അപ്പൊ ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഗോഡൌണിൽ വരുന്ന കുറച്ച് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഓഫീസ് എക്സ്പെൻസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ആഡ് ചെയ്യണം. അതിൽ തന്നെ എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് നമ്മൾ ചേർത്താൻ പാടില്ല. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ മാത്രം നമ്മൾ എന്തിൽ ഇടാൻ പാടുള്ളൂ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതേപോലെ നിങ്ങൾ ആ വിശ്വലാല് എന്ന് പറയുന്ന ഒരു ചങ്ങായി പറ്റുകയാണെങ്കിൽ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടാകുന്ന സമയത്ത് മൈക്ക് ഓൺ ചെയ്യുക. ഓക്കെ,
പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ പറഞ്ഞല്ലോ. അപ്പം ഇനി നമ്മൾ എന്തായിട്ടുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഓക്കെ. പിന്നെ നമ്മളെന്തായി, ഫസ്റ്റ് നമ്മളൊരു സാധനം കുറെ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പിന്നെ അതൊക്കെ നമ്മൾ ഫാക്ടറി കൊണ്ടുപോയിട്ട് ഫാക്ടറിയിൽ നിന്ന് ഇനി നമ്മൾ എന്തായി ആ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഫാക്ടറി നമ്മൾ മറ്റേ വർക്ക് ഇൻ പ്രോഗ്രസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്ത് നേരെ ഗോഡൌണിൽ കൊണ്ടുപോയി സാധനം ഇട്ട്. ഗോഡൌണിൽ ഇട്ടതിന് നമ്മൾ എല്ലാ പ്രൊഡക്റ്റും എന്തായിട്ടില്ല, സെയിൽ ചെയ്തിട്ടില്ല. അതിൽ കുറച്ച് എന്തെങ്കിലും ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതും അഡ്ജസ്റ്റ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുള്ളൂ. കാരണം നമ്മൾ വിറ്റ സാധനമാണ് നമ്മൾ എന്താക്കേണ്ടത്, അതിനുള്ള നമ്മൾ കോസ്റ്റ്, അതിനുള്ള പ്രോഫിറ്റ് ആണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു 1,00,000 യൂണിറ്റ് ഉണ്ടാക്കി, പക്ഷെങ്കിൽ 1,00,000 യൂണിറ്റ് നമ്മൾ വിറ്റിട്ടില്ല, 80,000 വിറ്റിട്ടുള്ളൂ. അപ്പൊ 20,000-നും നമ്മൾ എന്താക്കി, കോസ്റ്റ് ഒക്കെ ചാർജ് ചെയ്ത് കൊടുത്തു. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഈ 80,000 നമ്മൾ വിറ്റ് നമുക്ക് എന്തുണ്ടാവില്ല, പ്രോഫിറ്റ് വളരെ കുറഞ്ഞിട്ടുണ്ടാവുക. അടുത്ത 20,000 വിൽക്കുമ്പോൾ എന്തുണ്ടാവില്ല, കോസ്റ്റേ ഉണ്ടാവില്ല. കാരണം എല്ലാ കോസ്റ്റും നമ്മൾ ആയിരിക്കും അബ്സോർബ് ചെയ്ത് കൊടുത്ത്, ആ 20,000-നും കൂടി നമ്മൾ അബ്സോർബ് ചെയ്ത് കൊടുത്ത്. അപ്പോൾ 20,000-ന് എന്താണ് ഒരു പ്രോഫിറ്റ്, അന്നേരം പ്രോഫിറ്റ് കൂടിയിട്ടും ഇപ്പം പ്രോഫിറ്റ് കുറഞ്ഞിട്ടും ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഫാക്ടറി കോസ്റ്റ്, നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് ആഡ് ചെയ്യും വേണം. അതിന്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്കിനെ ലെസ് ചെയ്താൽ, അങ്ങനെ ഒരു അഡ്ജസ്റ്റ് ഫിനിഷ്ഡ് ഗുഡ്സിനെ അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടിയാൽ കുറച്ച് നമ്മളിപ്പോൾ സെയിൽസ് കമ്മീഷൻ അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനം വേറൊരു ടീം വാങ്ങിച്ച്, ആ ടീം വാങ്ങിച്ചപ്പോൾ നമ്മൾ എന്താണ് ഡെലിവറി ചെയ്ത് കൊടുത്ത്, ആ ഡെലിവറി എക്സ്പെൻസ് നമ്മൾ പെണ്ണ് മാറ്റി ഇപ്പോൾ തൽക്കാലം ഫർണിച്ചർ കടയാണ്, ഫർണിച്ചർ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞ് ഫർണിച്ചർ ഗോഡൌൺ എല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ എന്താക്കി, ഗോഡൌൺ ഫാക്ടറി വേറെ ആയിരിക്കും, ഗോഡൌൺ വേറെ ആയിരിക്കും, അതും പറഞ്ഞ് നമ്മളെ ഷോപ്പ് വേറെ ആയിരിക്കും. അപ്പൊ ഈ ഷോപ്പിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും, ഈ ഫർണിച്ചർ എടുത്ത നേരെ തലയിൽ വെച്ച് പോകുന്നില്ലല്ലോ. അപ്പൊ ആ ഫർണിച്ചർ നമ്മൾ എന്താക്കേണ്ടി വരും, അൽമാരയാണ്. അപ്പൊ നമ്മളൊരു മറ്റേ ഗുഡ്സ് ഗുഡ്സിൽ വെച്ച് അത് അവന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്, അതൊക്കെ നമുക്ക് എന്താണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്. അങ്ങനത്തെ എക്സ്പെൻസ് ഒക്കെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയാൽ പിന്നെ ഒന്നുമില്ല, നമ്മൾ എത്രയാണ് നമ്മൾ സെയിൽസ് നടത്തിയത്, അപ്പോൾ അതുമായിട്ട് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് സെയിൽസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ചിലപ്പോൾ നമ്മൾ എന്തായാലും കോസ്റ്റ് ഓഫ് സെയിൽസ് നമ്മൾ നടത്തിയിട്ടുണ്ടാവും. സെയിൽസ് നമ്മൾ അതിന്റെ ഇടയിൽ ചിലപ്പോൾ പെർസെന്റേജ് ആയിരിക്കും ചിലപ്പോൾ തരിക. നമ്മൾ ഇത്ര കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി, അതിന്റെ കൂടെ നമ്മൾ ചിലപ്പോൾ തരിക ഒരു 10% പ്രോഫിറ്റ് ആഡ് ആയിട്ടാണ് നമ്മൾ വിൽക്കുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്ര ആയിരിക്കണം, 1 lakh കിട്ടിയെങ്കിൽ 1 lakhന്റെ കൂടെ ഒരു 10% ആഡ് ആയിട്ട് 1,10,000. അല്ലെങ്കിൽ നമ്മൾ സെയിൽ പറയുന്നത് 1,25,000 ആണ് സെയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് സെയിൽസ് നമുക്ക് 1 lakh ആവുന്നെങ്കിൽ 25,000, അതിന്റെ ഡിഫറൻസ് ആണ് എന്ത്, നമ്മളെ പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഷീറ്റ്. ഇനിയിപ്പോ നിങ്ങളിപ്പോ ഈ അരമണിക്കൂർ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് മേലെ കുറെ എന്തെല്ലോ അരി വെച്ച് പറഞ്ഞു, അതൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വെറുതെ പറഞ്ഞൊരു സാധനങ്ങളൊന്നുമല്ല. പറയണോ പറയണ്ടേന്ന് ഞാൻ ഇപ്പം ഒരു 7 മണിക്ക് ശേഷം വിചാരിച്ചാണ് ഇത് പറയണോ അല്ലെങ്കിൽ ഡയറക്റ്റ് എടുത്താൽ മതിയോ എന്നുള്ളത് വിചാരിച്ച് പറയാം. അങ്ങനെ പറഞ്ഞോട്ടോ. അപ്പൊ അതിലെന്തെങ്കിലും വന്നിരിക്കും, ഞാനൊക്കെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് എല്ലാ ടോപ്പിക്കും എടുത്ത് തീർക്കണം എന്ന് വിചാരിച്ചാണ്. എനിക്ക് തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പ്രോബ്ലം മാക്സിമം, ഒരു 2 പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈൻഡപ്പ് ചെയ്യാം. ഒരു 8:30 മാക്സിമം വരെ 8:30, അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, തീർക്കാം. ഈ കോസ്റ്റ് ഷീറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ, കോസ്റ്റ് ഷീറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞതിനാണെങ്കിൽ അടുത്തോ ഇതിന്റെ പേപ്പർ പാറ്റേൺ നോക്കിയാൽ മതി. ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ പേപ്പർ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ 2022 സിലബസ് വന്നിട്ട് നമുക്ക് എന്താണ് ഡിസംബർ 2022 ഡിസംബറിലും അതേപോലെ തന്നെ ജൂണിലും എന്തുണ്ടായിരുന്നു, 2016ഉം 2022 മിക്സ് ആയിരുന്നു. സിലബസ് മിക്സ് ആയിരുന്നു വെച്ചാൽ 2 ടൈപ്പ് പേപ്പേഴ്സ് ആയിരുന്നു ഉണ്ടായത്. 2016 സിലബസിലുള്ളവർക്ക് എന്ത് വരെ ജൂൺ 23 വരെ എന്താണ്, അല്ലെങ്കിൽ 2016 സിലബസിന് വേറെ ആയിട്ടും എക്സാം നമുക്ക് വേറെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡിസംബർ 23 മുതലാണ് പക്ക പ്രോപ്പർ ആയിട്ട് 2022 സിലബസിന്റെ എക്സാമുകൾ വന്നിട്ട് ഒറ്റ എക്സാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ സോറി കേട്ടോ, ഇപ്പൊ കോൾ ചെയ്തു. ഇനി നമ്മൾ പറയാം. ഇപ്പം
ഈ MTP എന്ന് പറയുന്നത് എന്താണ്? മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ്. അപ്പോൾ അതിന്റെ ഫസ്റ്റ് ഷീറ്റ് നോക്കുകയാണെങ്കിലും സെക്കൻഡ് രണ്ട് സെറ്റ് ആയിട്ട് വരിക. സെറ്റ് 1 നോക്കിയാലും സെറ്റ് 2 നോക്കിയാലും നമുക്ക് എന്താണ് കോസ്റ്റ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും 2A വരുന്നത്. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ഷീറ്റ് വരുന്നുണ്ട്. ജൂൺ 24 MTP നോക്കുകയാണെങ്കിലും കോസ്റ്റ് ഷീറ്റിനാണ് MTP വരുന്നത്. എക്സാമിന് കോസ്റ്റ് ഷീറ്റ് തന്നെ വയ്ക്കുന്നത്. ഡിസംബർ 24 നോക്കുകയാണെങ്കിലും MTP സെറ്റ് 1 സെറ്റ് 2 കോസ്റ്റ് ഷീറ്റാണ്. എക്സാമിന്റെ കോസ്റ്റ് ഷീറ്റാണ്. സെറ്റ് 1 സെറ്റ് 2 എക്സാമിനും എന്ത് വരുന്നുണ്ട്? ഈ സാധനം തന്നെ കോസ്റ്റ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ തന്നെ വരുന്നത്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഡിസംബറിന് MTP നോക്കിയാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കോസ്റ്റ് ഷീറ്റ് ആണ്. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇമ്പോർട്ടൻസ് കണക്കിലെടുത്തുകൊണ്ട് ഇനി എന്ത് ചെയ്യുക? ഇരിക്കുക. കാരണം ഈ ഇരുത്തത്തോടു കൂടെ നമുക്ക് എന്താണ് 7 മാർക്ക് സെക്യൂർ ചെയ്യണം. ഇതിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ഇതുവരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കോസ്റ്റ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഡിറ്റോ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. ടെക്സ്റ്റിൽ ഏതാണോ അതിന്റെ ഡിറ്റോ. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ ഇല്ലുസ്ട്രേഷൻ 4 എന്ന് പറയുന്നത്, ഈ ഇല്ലുസ്ട്രേഷൻ 4 ആണ് ഈ ജൂൺ അറ്റംപ്റ്റിൽ ഡയറക്റ്റ് ചോദിച്ചത്. ജസ്റ്റ് അങ്ങനെ എമൗണ്ട് ഒക്കെ മാറും, അത്രേ ഉള്ളൂ എന്ന് തോന്നുന്നു. കാണിച്ച് വരാൻ പറ്റും. എന്താ ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു നമുക്ക് എന്തായിട്ടുള്ളത് ജൂൺ 24 ചോദിച്ചിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പം സെയിൽസ് നമുക്ക് കണ്ടിട്ടുണ്ട് 2,75,000. സെയിൽസ് എപ്പോൾ ഇടുക? കോസ്റ്റ് ഷീറ്റിന്റെ ഏറ്റവും അടിയിലാണ് സെയിൽസ് യൂസ് ചെയ്യുക. അപ്പം ഫസ്റ്റ് നമ്മൾ കണ്ടെത്തേണ്ടത് പ്രൈം കോസ്റ്റ് ആണ്. പ്രൈം കോസ്റ്റിന്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടാവും? മെറ്റീരിയൽ, ലേബർ, കോസ്റ്റ് അല്ല മെറ്റീരിയൽ, ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നോക്കാം. ഫസ്റ്റ് മെറ്റീരിയൽ ഇൻവെന്ററി അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ 1,10,000. അപ്പൊ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. കാരണം പ്രൈം കോസ്റ്റിൽ തന്നെ ഫസ്റ്റ് എന്നുള്ളത് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. സെക്കൻഡ് എന്നുള്ളത് എന്താണ്? എംപ്ലോയി കോസ്റ്റ് ആണ്, എന്ന് വെച്ചാൽ ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. തേർഡ് എന്നുള്ളത് എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ഇത് മൂന്നും കൂടിയതാണ് പ്രൈം കോസ്റ്റ്. അപ്പൊ പ്രൈം കോസ്റ്റിന്റെ ഫസ്റ്റ് സാധനം റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടണമെങ്കിൽ ഓപ്പണിംഗ് പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം? ഓപ്പണിങ്ങിന് ആഡ് ചെയ്യാം. എത്ര? 1,10,000. ഇല്ല സോറി, മെറ്റീരിയൽ അറ്റ് ബിഗിനിങ് 3,000. അപ്പോൾ 3,000 പ്ലസ് പർച്ചേസ് 1,10,000 മൈനസ് 4,000 ഇത് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഇത് ചെയ്താൽ 1,09,000 ആണ് എന്ത്? റോ മെറ്റീരിയൽ കൺസ്യൂംഡ്. ഡയറക്റ്റ് ലേബർ എത്രയാണ്? 65,000 ആണ്. അപ്പോൾ സോറി, നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. കാൽക്കുലേറ്ററും പെന്നും ഒരു പേപ്പറും മതി, അത് മാത്രം മതി ഇന്നത്തേക്ക്. ജസ്റ്റ് ടെക്സ്റ്റ് പോലും ഞാൻ പറയുന്നില്ല. ടെക്സ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ചെയ്യുന്നുണ്ട്, എനിക്ക് PDF ഇങ്ങനെ ടെക്സ്റ്റ് ഞാൻ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ ആകെ വേണ്ടത് ഒരു പെന്നും ഒരു പേപ്പറും ഒരു കാൽക്കുലേറ്ററും. ഇത് മൂന്നും എടുത്തിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സാധനം കണ്ടിന്യൂ ചെയ്യാം. എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ മതി. എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കണ്ടിന്യൂ ചെയ്ത് പോവാം. അല്ലെങ്കിലും ഈ സാധനം എന്തിലുണ്ടാവും? യൂട്യൂബിലുണ്ടാവും. നിങ്ങൾക്ക് ഇപ്പൊ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ സാധനം എന്ത് ചെയ്യാം? നിങ്ങൾ യൂട്യൂബിൽ നിന്ന് കാണുന്ന സമയത്ത് ഒരു പെന്നും ഒരു പേപ്പറും ഒരു കാൽക്കുലേറ്ററും ഇത് മാത്രം മതി, നമുക്കിത് ക്രാക്ക് ചെയ്യാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ റോ മെറ്റീരിയൽ കൺസ്യൂമർ എടുത്തില്ലേ? ഏത്? ഓപ്പണിംഗും പ്ലസ് പർച്ചേസ് മൈനസ് ക്ലോസിംഗ് ചെയ്ത് മെറ്റീരിയൽ എടുത്ത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ നമുക്ക് ഡയറക്റ്റിന് അവിടെ തരുന്നുണ്ട് എത്ര? 65,000 നമ്മൾ ആഡ് ചെയ്ത്. പിന്നെ ഉള്ള എന്താണ്? ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടോ നോക്കിയാൽ ഇതിലില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് ഈ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പം എന്താ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസിന്റെ അടുത്ത് ജസ്റ്റ് ഒരു നിൽ അല്ലെങ്കിൽ ഒരു വര എന്താന്ന് വെച്ചാൽ പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് എത്രയാ? 1,74,000 ആണ്. ഇനി നമ്മൾ പ്രൈം കോസ്റ്റിന്റെ കോസ്റ്റ് കുറച്ച് ഫാക്ടറിയിൽ വരുന്ന പ്രൊഡക്ഷൻ ഓവർ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ, അത് ഫാക്ടറിയിൽ വരുന്ന എക്സ്പെൻസുകൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഈ നെറ്റ് ഫാക്ടറി കോസ്റ്റ് ആണ് നമ്മൾ അടുത്ത കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പ്രൈം കോസ്റ്റ് 1,74,000. അതിന്റെ കൂടെ ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എക്സ്പെൻസ് ആണ് നേരെ അവിടെ തരുന്നുണ്ട്. ഫാക്ടറി ഓവർ ഹെഡ് 60% ഓഫ് ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. അപ്പോൾ 65,000 ആണ് നമ്മൾ ലേബർ കോസ്റ്റ്. അതിന്റെ 60% അടിച്ചാൽ 39,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? ഫാക്ടറി ഓവർ ഹെഡ് വരുന്നത്. അപ്പോൾ ഫാക്ടറി ഓവർ ഹെഡ് നമ്മൾ പ്രൈം കോസ്റ്റിന്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അല്ലാണ്ട് നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടില്ല.
അപ്പൊ അതോടുകൂടെ നമ്മൾ എന്താ പാടില്ല, നിർത്താൻ പാടില്ല. ഫാക്ടറിയിൽ നമുക്ക് എന്തുണ്ടാവും, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. അപ്പൊ അതുകൂടി അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫാക്ടറി കോസ്റ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. ഫാക്ടറി കോസ്റ്റ് ഒന്നും വർക്ക് കോസ്റ്റ് ഒന്നും രണ്ട് രീതിയിൽ എന്താണ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പൊ രണ്ട് പറഞ്ഞാലും സെയിം ആണ്. വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണ്, ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാലും അതും സെയിം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രൈം കോസ്റ്റ് ആയിട്ട് 1,74,000 എടുക്കുക, അതിന്റെ കൂടെ 39,000 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2,13,000 കിട്ടും. ഈ 2,13,000 ആണ് നമ്മൾ എന്ത് ഗ്രോസ് ഫാക്ടറി കോസ്റ്റ്. ഇനി നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ് അഡ്ജസ്റ്റ് ചെയ്യണം. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഇതിലുണ്ടോ നോക്കിയാൽ ഇതാ, ഇൻവെന്ററീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ, ഇൻവെന്ററീസ് അറ്റ് ദ എൻഡ് ഓഫ് ഇയർ, അതിൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്നൊരു സാധനം കാണുന്നുണ്ടോ? അപ്പൊ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ 7,000 ആഡ് ചെയ്തു. നമുക്ക് 2,13,000 കൂടെ എന്ത് ചെയ്യാം, 7,000 നമ്മൾ ആഡ് ചെയ്യാം. എന്നിട്ട് 6,000 ലെസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ 2,13,000 കൂടെ നമ്മൾ എന്ത് ചെയ്യാം, വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ആഡ് ചെയ്ത്, അപ്പൊ 2,20,000 കിട്ടി. അതിന്റെ ക്ലോസിംഗ് കൗണ്ട് ചെയ്ത് നമ്മൾ ലെസ് ചെയ്ത് 6,000. എന്നുവെച്ചാൽ ആ വർക്കിംഗ് പ്രോഗ്രസിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, നെറ്റ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 2,14,000 കിട്ടും. 2,14,000. അപ്പോ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. ഇനി നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ എന്തൊക്കെ നമ്മൾ ചേർത്തണം? ഇനി നമ്മൾ ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്ക് അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന്. കൂടുതലും നല്ലത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നാണ് നമ്മൾ, കാരണം നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടി നല്ല എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് തന്നെ പറയുന്നതാണ്. അങ്ങനെ പറഞ്ഞു പഠിച്ചോ. കാരണം ഇപ്പൊ ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞാലും വർക്ക് കോസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞു പഠിക്കലാണ് കുറച്ചും കൂടി നല്ലത്. ഇതാ കാണില്ല, വർക്ക് അല്ലെങ്കിൽ ഫാക്ടറി, അതേപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിന് ആൻഡ് ആണ് കൊടുത്തത്. നമ്മൾ മെയിൻ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ നിലവിൽ നമുക്ക് നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടി. നെറ്റ് ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണ്, 5% ഓഫ് സെയിൽസ്. 5% ഓഫ് സെയിൽസ് എത്രയാ, 2,75,000 ആണ്. അപ്പോ 2,75,000 ഇൻറ്റു 5%, 13,750, 13,750 ആണ് നമുക്ക് എന്ത് വരുന്നത്, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. വെച്ചാല് 2,14,000 കൂടെ 13,750 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ അടുത്ത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നമ്മൾ എത്തി. അപ്പോൾ അതിന് ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിക്കേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ്. അപ്പം പ്രൊഡക്ഷൻ എക്സ്പെൻസ് 2,25,750 ആണ്. അതിൽ നമ്മൾ എത്ര വിറ്റ് നമ്മൾ നോക്കണം എന്നുള്ളത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെന്ററീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ഇയർ, ഫസ്റ്റ് നമ്മൾ അത് കണ്ടെത്തണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇവിടെ എത്ര തരുന്നുണ്ട്, അയ്യോ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. ആർക്കെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരാളും ശ്രദ്ധിച്ചിട്ടില്ല. നേരത്തെ ഞാൻ വർക്ക് ഇൻ പ്രോഗ്രസിന് എത്ര കാൽക്കുലേറ്റ് ചെയ്തത്, 7,000ഉം 8,000ഉം ആണ്. അല്ല, വർക്ക് ഇൻ പ്രോഗ്രസിന് ഞാൻ ഇതാക്കിയത് 7,000ഉം 6,000ഉം ആണ്. പക്ഷെങ്കിൽ അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ് 4,000 ആണ് ഓപ്പൺ ബിഗിനിങ്, 6,000 ആണ് ക്ലോസിങ്. നമ്മൾ എന്താ ചെയ്തിട്ടുണ്ട്, കാൽക്കുലേഷൻ തെറ്റിയിട്ടുണ്ട്. ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടോ? എനിവേ സാരില്ല. അപ്പൊ അല്ല, എന്റെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് ആണ്. നിങ്ങളെ സാരില്ല പറയുന്നത്, ഞാനാണ് ആ മിസ്റ്റേക്ക് നടത്തിയത്. നിങ്ങൾക്ക് കറക്റ്റ് ചെയ്തായിരുന്നു. ഒന്നും കൂടി നമ്മൾ ബാക്കിലേക്ക് പോകേണ്ടി വരും. 2,13,000 ആയിരുന്നു നമുക്ക് എന്ത് കിട്ടിയത്, നമ്മളെ ഗ്രോസ് ഫാക്ടറി കോസ്റ്റ് കിട്ടിയത് 2,13,000 ആണ്. അപ്പോൾ അതിന്റെ കൂടെ വർക്ക് ഇൻ പ്രോഗ്രസ് 4,000 ആണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. 13,000 പ്ലസ് 4,000, അപ്പൊ നമുക്ക് 2,17,000 കിട്ടും. 2,17,000 കൂടെ 6,000 നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, നെറ്റ് ഫാക്ടറി കോസ്റ്റ് കിട്ടുക. അപ്പൊ നെറ്റ് ഫാക്ടറി കോസ്റ്റ് എത്രയാണ്, 2,11,000 ആണ് വരുന്നത്. ഈ 2,11,000 കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ആഡ് ചെയ്യണം. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് എത്രയാണ്, 5% ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് എത്രയാണ്, 2,75,000 ആണ്. അപ്പൊ 2,75,000 ഇൻറ്റു 5% എത്രയാണ് വരുന്നത്, 13,750 വരുന്നത്. അപ്പൊ ആ ഒരു എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. എത്ര, 8 കൂടെ 2,11,000 കൂടെ നമുക്ക് എത്ര കിട്ടും, 2,24,750 കിട്ടും. അതന്നെയല്ലേ, അതന്നെയാണ്. അപ്പൊ 2,24,750 ആണ് നമുക്ക് എന്ത് വരുന്നത്,
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. ഇനി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഓപ്പണിംഗ് എത്രയാ 7000, ക്ലോസിംഗ് എത്രയാ 8000. അപ്പൊ എന്താണ്, കൂടുതൽ സ്റ്റോക്ക് നമ്മൾ എന്തായിട്ടുണ്ട് സെയിൽ ചെയ്തിട്ടില്ല. കാരണം ഇത്തവണ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയത് 70,000 അല്ല, പ്രൊഡക്ഷൻ നടത്തിയാൽ ഒരു 70,000 യൂണിറ്റ്. 70,000 യൂണിറ്റിൽ ഒരു 100 യൂണിറ്റ് മിച്ചം വന്നു. കാരണം എന്താ, 70,000 യൂണിറ്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, പ്രാവശ്യം പ്രൊഡക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇതിൽ ഒരു 1000 യൂണിറ്റ് എന്താണ് ഓൾറെഡി നമ്മളെ ഗോഡൌണിലുണ്ട്. പിന്നെ ഒരു 500 യൂണിറ്റ് എന്താണ് ബാക്കി വന്നിട്ടുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട് സെയിൽ നടത്തിയിട്ടുണ്ട്. കാരണം അത് എവിടുന്ന് വന്ന്, നമ്മളെ ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് വന്നു. അതാണ് അതിനുള്ള ഡിഫറൻസ്. അത് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ 2,24,750 കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വാല്യൂ എത്രയാ 7,000. അത് നമ്മൾ ആഡ് ചെയ്യണം. 7,000 ആഡ് ചെയ്ത് 2,31,750 കിട്ടും. അതിന്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ 8,000 നമ്മൾ ലെസ് ചെയ്ത്, അപ്പൊ നമുക്ക് എത്ര കിട്ടും, 2,23,750 കിട്ടും. ഒരു 1,000 ഡെഫിസിറ്റ് വന്നു, ശ്രദ്ധിച്ചാലും മനസ്സിലാവും. അപ്പൊ ഇതാണ് നമ്മൾ എന്തുള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഇതോടുകൂടെ നമ്മൾ എന്തായിട്ടുണ്ട് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ആകെ കണ്ടുപിടിക്കേണ്ടത് ഒരു രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഈ സെല്ലിംഗ് എക്സ്പെൻസ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, അല്ലെങ്കിൽ R&D ഓവർഹെഡ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഇതുവരെ മേലെ പറഞ്ഞ എക്സ്പെൻസുകൾ അല്ലാത്ത അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ്, അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ചിലപ്പോൾ എക്സ്ട്രാ തരുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ എല്ലാ എക്സ്പെൻസുകളും എന്ത് ചെയ്യണം, നമ്മൾ സെയിൽസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. പിന്നെ നമുക്ക് നേരെ എന്തുണ്ടാവും, സെയിൽസ് ഓൾറെഡി തന്നിട്ട് നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ നമ്മൾ എത്രയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്, 2,23,750 ആണ്. അപ്പൊ അതിന്റെ കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് 10% ഓഫ് സെയിൽസ്. സെയിൽസ് എത്രയാണ് ഇവിടെ 2,75,000. അതിന് 10% എന്ന് പറയുമ്പോൾ എത്രയാണ്, 27,500. അപ്പൊ 27,500 നമ്മൾ എന്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 2,23,750. അതിന് കുറച്ച് സ്പീഡ് കൂടുതലാണെന്നുള്ള ഒരു തോന്നലുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സ്പീഡ് കുറക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാട്ടോ, അല്ലെങ്കിൽ ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് തുടരാം. കുറക്കണോ സ്പീഡ്? ഞാന് ഒരു മാഹിയാണ് എൻ്റെ സ്ഥലം. അപ്പം മാഹി ആയതുകൊണ്ട് മാത്രമല്ല, കുറച്ചൊരു സ്പീഡാണ് വർത്താനം. അപ്പോൾ അതിന്റെ ഒരു ഇടങ്ങാറായിരിക്കും ഫേസ് ചെയ്യുന്നുണ്ടോ? സ്പീഡ് കുറക്കണമെങ്കിൽ കുറച്ച് സ്പീഡ് കുറച്ച് ഞാൻ പറയാം, കുറച്ച് നല്ലതെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പം കിട്ടിയത് എത്രയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് കിട്ടിയത് 2,23,750 ആണ്. അപ്പൊ ഈ 2,23,750 കൂടെ സെല്ലിംഗ് എക്സ്പെൻസ് എത്രയാണ്, 10% ഓഫ് സെയിൽസ് എന്ന് വെച്ചാൽ 2,75,000 10%, 27,500. ആ ഒരു എമൗണ്ടും കൂടി നമ്മൾ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ജസ്റ്റ് കൂട്ടിയാണ് 27,500. അത് കൂട്ടി നമുക്ക് എത്ര കിട്ടും, 2,51,250 കിട്ടും. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് സെയിൽസ്. കണ്ടോ? അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ജാസ്റ്റ് സെയിൽസ് ആയിട്ട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്താൽ എന്ന് വെച്ചാൽ സെയിൽസ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട് 2,75,000. അപ്പോ ഈ 2,51,000 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ലെസ് ചെയ്യാം. 2,75,000 ഈ 2,51,250 എന്ന് കിട്ടിയാൽ നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് എന്ത് ചെയ്യാം, ലെസ് ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് ഉണ്ടാവും. വെച്ചാൽ 2,75,000 ലെസ് ചെയ്താൽ നമുക്ക് വരുന്നൊരു ഡിഫറൻസ് ഉണ്ടാവും, 23,750. അതാണ് നമ്മളെ പ്രോഫിറ്റ്. ഇത്രയേ ഉള്ളൂ കോസ്റ്റ് ഷീറ്റ്. പക്ഷേ ഇത് മാത്രമല്ല കോസ്റ്റ് ഷീറ്റ്, വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേറെ ഉണ്ട്. പെർസെൻറ്റേജ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, 25% വേരിയബിൾ, അതിന് ഫിക്സ്ഡ്, ഇങ്ങനെ കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്. പക്ഷെ ഇതാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഇതൊന്ന് നോക്കാം. പിന്നെ ഞാൻ കണ്ടതിൽ കുറച്ചും കൂടി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, നമ്മളിപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലാക്കി തരാം. കോസ്റ്റ് ഷീറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാല് അത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാക്കി തരാന്നാണല്ലോ. നമ്മളിതൊരു പ്രോപ്പർ ക്ലാസ് അല്ലല്ലോ, നമുക്ക് എന്താണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള ഒരു പഠിത്തം, അങ്ങനെ മാത്രമേ ഇത് കണ്ടാൽ മതി. ഇപ്പൊ ഞാൻ എടുക്കുന്നതാണെങ്കിലും ബാക്കിയുള്ളവർ പല സബ്ജക്റ്റ് പോലെ എടുക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമ്മൾ എങ്ങനെയായിട്ട് കണ്ടാൽ മതി, പ്രോപ്പർ കൺസെപ്റ്റും പ്രോപ്പർ കോസ്റ്റ് ഷീറ്റിന്റെ നമ്മളെ സാറുമാരെടുത്ത് തരുന്ന ഒരു ക്ലാസ് അങ്ങനെയല്ല.
നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൂടി ഒരു ഉന്മേഷത്തോടു കൂടി എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ കണ്ടാൽ ഉന്മേഷത്തോടു കൂടി എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതരണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളത് കണ്ടാൽ മതി. അല്ലാണ്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ഇരുത്തി ചെയ്തു തരണം എന്നുള്ള ഒരു ഇതൊന്നും എനിക്കില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. അതിൽ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഷീറ്റിന്റെ ഇപ്പം ഞാൻ എടുത്ത് അതിൽ പോസ്റ്റ് ഷീറ്റിന്റെ ആദ്യത്തെ രജിസ്ട്രേഷൻ ആയ വരുന്നത് ഒരു ഈ 11 ഇല്ലസ്ട്രേഷൻ ഈ ഇല്ലസ്ട്രേഷൻ 11 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ അല്ലാതെ നിങ്ങളെ സ്കാനർ നോക്കി പഠിക്കുന്ന സമയത്തോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യാം പോസ്റ്റ് ഷീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്യാം. അതിപ്പോൾ അടുത്ത് വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്താൽ ഏകദേശം എല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊരു കൂട്ടത്തിൽ കുറച്ച് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു കൂട്ടത്തിൽ കൊമ്പൻ. ഇത് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞിട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇതിപ്പം ചെയ്യണോ എനിക്ക് തോന്നുന്നത് കൂടുതൽ തവണ ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം നോക്കുമ്പോൾ 2 തവണയൊക്കെ വന്ന ഒരു ക്വസ്റ്റ്യൻ ഈ സാധനമാണ്. 2-3 തവണ വന്ന പോലെ എൻ്റെ ഇതുണ്ട്. MTP ഒക്കെ ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നല്ല അത്യാവശ്യം ഡിക്റ്റോ അടിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഇത് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്താൽ കുറച്ചും കൂടി മെച്ചമുണ്ടാവും. ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ആണല്ലോ വന്നത്. അപ്പൊ ഈ തവണ ഈ ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടാവും. നമുക്കൊന്ന് ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മളെ MTP ഇപ്പം വന്ന ഡിസംബറിലെ MTP ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കിയെല്ലാം സുഖമായിരിക്കും. 2 മെത്തേഡാണ്. ഇപ്പം മറ്റൊരു ക്വസ്റ്റ്യന് വേറൊരു ഒരു രീതിയിലാണ് ചോദിക്കുന്നത്, ഇതൊരു വേറൊരു രീതിയിലാണ് ചോദിക്കുന്നത്. ഞാൻ അടിയിൽ കണ്ട ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ഒരു ക്വസ്റ്റ്യന് എല്ലാം കൂടി നിരത്തിയ ഒരു ക്വസ്റ്റ്യനാണ്. ഇതും കൂടി ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം? തീർക്കാം. അല്ലെങ്കിൽ ഇതോടുകൂടെ തീർക്കാം. വേണമെങ്കിൽ മറ്റേതും ചെയ്യാം. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി അടുത്ത പേപ്പർ 10 ഇതൊന്നല്ല. An advertising agency has received an inquiry for which you are supposed to submit the quotation. Bill of material prepared by the production department for the job states the following requirement of material. മെറ്റീരിയൽ ആയിട്ട് നമുക്ക് എന്തൊക്കെ വേണം? ഒരു റീം പേപ്പർ 10 റീംസ് വേണം. പേപ്പർ എന്താണ് 10 റീം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു അളവാണ്. 10 റീം പേപ്പർ വേണം. ഒരു അഡ്വർടൈസിങ് ഏജൻസി ആണല്ലോ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് എക്സ്പെൻസ് വരിക? ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ തുണിയിലാണെങ്കിൽ തുണിയിൽ, അല്ലെങ്കിൽ എങ്ങനത്തെ ബോർഡുകളാണ് ബോർഡുകളിൽ, അല്ലെങ്കിൽ പേപ്പറിൽ പ്രിന്റ് അടിച്ച് വരുന്നതിൽ അങ്ങനെ സാധനം. അപ്പൊ അതൊക്കെയാണല്ലോ അഡ്വർടൈസിങ് ഏജൻസിയിൽ വരുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസ്. അപ്പൊ ഒന്ന് പറഞ്ഞ പേപ്പർ ഇത് എത്ര വേണം? 10 റീം വേണം. ഓരോ റീമിനും 1800 റുപ്യാണ്. ഇങ്ക് അല്ലെങ്കിൽ അതർ പ്രിന്റിംഗ് മെറ്റീരിയൽസ് അത് എത്രയാണ്? 5000 റുപ്യന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ അത് ആവശ്യം വരുന്നുണ്ട്. പിന്നെ ബൈൻഡിങ് മെറ്റീരിയൽ എന്റെ അതർ കൺസ്യൂമേഴ്സ്. അപ്പൊ ബൈൻഡിങ് മെറ്റീരിയൽ അതിന് വേണ്ടിയിട്ട് ഒരു 3000 എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്? നമ്മളെ ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസ് ആണ്. പിന്നെ സം ഫോട്ടോഗ്രാഫി is required for the job. The agency does not have a photographer as an employee. It decides എന്താണ് to hire one by paying 10,000 to him. Estimated job card prepared by production department express that service of following employees. ഇതിലെന്താണ്? ഈ ജോബിന് കുറച്ച് ഫോട്ടോഗ്രാഫീന്റെ ഒരു സാധനമാണ്. എന്ന് വെച്ചാൽ ഒന്നുമില്ല, നമുക്ക് ഈ അഡ്വർടൈസിങ് ഏജൻസി ആകുമ്പോൾ ചിലപ്പോൾ ആഡ്സ് ഷൂട്ട് ചെയ്യേണ്ട അവസ്ഥ വരും. അപ്പൊ എന്താണ്? ഒരു ഫോട്ടോഗ്രാഫർ ആവശ്യമായിട്ട് വരും. അപ്പൊ ഓനിക്ക് കൊടുക്കാൻ എത്രയുണ്ട്? ഒരു 10,000 എന്തായിട്ടുണ്ടാവും. നമ്മള് അങ്ങനെ ഒരാളില്ല. ഇപ്പം ആ ഒരു അഡ്വർടൈസിങ് ഏജൻസിയിൽ ഒരു ഫോട്ടോഗ്രാഫർ ഇല്ല, ഹയർ ചെയ്യുന്നില്ല. അപ്പോ അല്ല, ഓൾറെഡി എന്തില്ല, ഒരു എംപ്ലോയി ഇല്ല. അപ്പോൾ എന്താണ്? ഒരാളെ ഹയർ ചെയ്യണം. ഹയർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വാടക എടുത്താണ്. എന്ന് വെച്ചാൽ ഇന്നൊരു ജോബ് ചെയ്തിട്ട് പോവാം. ഇങ്ങനെ ഒരു സംഭവം അത് ചെയ്തിട്ട് പോവാം. അപ്പൊ അങ്ങനെ അവർക്ക് എത്ര കൊടുക്കുന്നുണ്ട്? 10,000 കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസ് ഫോളോ എംപ്ലോയീസ് വിൽ ബി റിക്വയർഡ് ഫോർ ദ ജോബ്. കുറച്ച് നമ്മൾ ഈ പേപ്പർ വന്നു, ഇങ്ക് വന്നു, ബൈൻഡിങ് മെറ്റീരിയൽ വന്നു, ഇതൊക്കെ ചെയ്യാനാണ് ഒരാൾ വേണ്ടേ? ഒരു ചിത്രം വരയ്ക്കാനുണ്ടാവും. അപ്പൊ ഒരു ആർട്ടിസ്റ്റ് വേണം. ആർട്ടിസ്റ്റിന് എത്രയാണ്? 12,000 പെർ മന്ത് ആണ് ആർട്ടിസ്റ്റിന്റെ സാലറി. പിന്നെ ഒരു കോപ്പി റൈറ്റർ ടൈപ്പ് ചെയ്യണം. ഒരു ഇതും പരസ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഫോട്ടോ ഉണ്ടോ, അതിൽ കുറച്ച് ചുങ്കത്ത് ജ്വല്ലറി അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ. അപ്പൊ കോപ്പി റൈറ്റർ അവനിക്ക് എത്ര? 10,000 പെർ മന്ത്. ക്ലയന്റ് സർവീസിങ്, ക്ലയന്റിനെ ഡീൽ ചെയ്യാൻ. ഒരു ഓഫീസ് ആകുമ്പോൾ ഒരു ഓഫീസിന് എന്തുണ്ടാവും? ക്ലയന്റ് സർവീസിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസിൽ കുറച്ച് നമ്മൾ കാണാലോ. ഇപ്പൊ നോക്കിയാലും നമ്മളൊരു ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ രണ്ടാൾ സംസാരിക്കാനൊക്കെ പറ്റുന്ന ഒരാൾ. അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് എത്രയാ? 9,000 പെർ മന്ത്. ഓനിക്കും സാലറി കൊടുക്കണം. ഇതെന്താണ്? നമ്മളെ ഡയറക്റ്റ് ലേബർ എക്സ്പെൻസ് ആണ് ഈ സാധാരണ സാധനങ്ങൾ.
അല്ലെ? ഇവരൊക്കെ നമ്മൾ ഡയറക്റ്റ് നമ്മൾ റിക്രൂട്ട് ചെയ്ത ആൾക്കാരല്ലേ? അപ്പൊ ഇവർക്ക് കൊടുക്കുന്നത് എന്താണ്? ഡയറക്റ്റ് ലേബർ ആണ്. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറയുന്നത്, ഈ പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ പ്രത്യേകിച്ച് നോട്ട് ചെയ്യാം. പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെന്നിന്റെ മുകളിൽ ആ പെന്നിന്റെ നമ്മളെ ലോഗോ സെല്ലോ ഒട്ടിക്കലും ആ ഒരു സ്റ്റിക്കർ, അങ്ങനെയാണ് പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ. പിന്നെ അതൊരു ബോക്സിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. അതൊരു ബോക്സ് എന്ന് പറയുന്നത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡിൽ വരുന്നൊരു സാധനമാണ്. ഈ പെന്നിന്റെ മുകളിൽ ഇപ്പം ഞാൻ ഇപ്പൊ എടുത്തൊരു പെന്ന് ടെക്നോട്ടിപ്പ്, ടെക്നോട്ടിപ്പിന് സെല്ലോ ടെക്നോട്ടിപ്പ് ഇങ്ങനെ എഴുതുക, മുടീന്റെ മുകളിൽ ഇങ്ങനെ എഴുതുക, പിന്നെ അതിന്റെ അടിയിൽ ഒരു കുഞ്ഞി സാധനത്തിൽ ഇങ്ക് ബ്ലൂ എന്നൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ ഒരു സ്റ്റിക്കർ, അതെന്താണ്? പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ ആണ്. അതെന്തായാലാണ് ഡയറക്റ്റ് മെറ്റീരിയൽ നമ്മൾ കൊണ്ട് ചാർജ് ചെയ്യാം. അപ്പൊ ആ ഒരു സാധനത്തിൽ വരുന്നുണ്ട് 4000 വരുന്നുണ്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 40% ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്. ഡയറക്റ്റ് കോസ്റ്റിന്റെ 40%. ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈം കോസ്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്റ്റ് വരുന്ന കോസ്റ്റ് ആണ്. അപ്പോൾ പ്രൈം കോസ്റ്റിന്റെ വേറൊരു വേർഡാണ് എന്ത്? ഡയറക്റ്റ് കോസ്റ്റ് എന്നുള്ളത്. അപ്പൊ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 40% ഓഫ് ഡയറക്റ്റ് കോസ്റ്റ്. വൈൽ ദ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എത്രയാണ്? ഞാൻ സ്പീഡ് കുറക്കാൻ വേണ്ടി സ്പീഡ് കൂട്ടിയ പോലെ തന്നെ ഉണ്ട് അല്ലേ? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് എന്ന് പറയുന്നത് എത്രയാണ്? 25% ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ്. എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്? പ്രൈം കോസ്റ്റിന്റെ 40% ആണ് എന്ത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അതേപോലെ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാക്ടറി കോസ്റ്റും കഴിഞ്ഞ് ഉണ്ടാകുന്ന കോസ്റ്റ്, ഫാക്ടറി കോസ്റ്റും കഴിഞ്ഞിട്ടുണ്ടാകുന്ന കോസ്റ്റ്. അപ്പോൾ ആ സാധനത്തിന്റെ 25% ആണ് എന്ത് വരുന്നത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. ഇവിടെ നമ്മളെന്തില്ല, ഈ ഓപ്പണിംഗ് സ്റ്റോക്കും അങ്ങനത്തെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ വർക്ക് ഇൻ പ്രോഗ്രസിന്റെ ഒന്നും ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ. അപ്പോൾ ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഫാക്ടറി കോസ്റ്റ് ആണ്. അതിന്റെ 25% ആണ് എന്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പൊ അതും നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അപ്പം അതാണ് പറയുന്നത് എക്സ്പെൻസ് പ്രോഫിറ്റ് ഓഫ് 20% ഓഫ് കോട്ടൺ പ്രൈസ്. എത്രയാണോ കിട്ടുന്ന ഒരു എമൗണ്ട് അതിന്റെ മുകളിൽ 25% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 20% ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഫിറ്റ് വിചാരിക്കുന്നത്. എന്നിട്ട് നമ്മൾ പ്രൈസ് കോട്ട് ചെയ്യുന്നത്. ദി ഏജൻസി വർക്ക്സ് 25 days in a month and 6 hours a day. ഈ ഒരു ലാസ്റ്റ് തന്ന ഈ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, ഈ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല്, നമുക്ക് ഈ ലേബർ നമ്മൾ നോക്കിയില്ലേ? ഡയറക്റ്റ് ലേബർ എന്ന് പറയാൻ നമുക്ക് ആരൊക്കെയാ ഉള്ളത്? ആർട്ടിസ്റ്റ്, കോപ്പി റൈറ്റർ, ക്ലൈന്റ് സർവീസിങ്, പിന്നെ ഒരു ഫോട്ടോഗ്രാഫർ മേലെയുണ്ട്. അതുമാണ് നമ്മൾ എന്ത്? എംപ്ലോയി കോസ്റ്റ്. പ്രൈം കോസ്റ്റിന്റെ ഉള്ളിൽ ഇടവരുത്തേണ്ട ഡയറക്റ്റ് ലേബർ എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ 4 ആൾക്കാരാണ്. ഈ 4 ആൾക്കാരിൽ ഈ ആർട്ടിസ്റ്റിനും കോപ്പി റൈറ്ററിനും ക്ലൈന്റ് സർവീസിനും എന്താ പറയുന്നത്? 12,000 പെർ മന്ത്. എന്നിട്ട് ഇപ്പുറത്തെ ഒരു 80 ഹവേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ വർക്കിംഗ് ആണ്, കാൽക്കുലേഷൻ ആണ് എന്ത്? ഏജൻസി വർക്ക്സ് 25 days in a month and 6 hours a day. ഇതിന്റെ രീതിയിലേക്ക് നമ്മൾ എന്താക്കേണ്ടി വരും? ഇങ്ങോട്ടേക്ക് കാൽക്കുലേഷൻസ് ചെറിയൊരു പരിപാടി ഉണ്ട്. ഈ പരിപാടിക്കാണ് എന്ത്? നമ്മളെ ഈ കോസ്റ്റ് ഷീറ്റ്, നമ്മളെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്റെ ബുക്ക് എടുത്താൽ, അല്ല ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 2A വരുന്ന കോസ്റ്റ് ഷീറ്റിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് ഈ സാധനം. ഒരു ക്വസ്റ്റ്യൻ വന്നാണെങ്കിൽ ഇതാണ് അതിന്റെ സാധനം. അത് ജസ്റ്റ് ഒന്ന് ചെയ്യാം, ഒന്നുമില്ല. അപ്പം നമുക്ക് നേരെ ആർട്ടിസ്റ്റിന് എത്രയാണ് സാലറി കൊടുക്കേണ്ടത് നോക്കാം. ആർട്ടിസ്റ്റിന് 12,000 സാലറി കൊടുക്കേണ്ടത്. പക്ഷെങ്കിൽ ഈ ആർട്ടിസ്റ്റിന് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അഡ്വർടൈസിങ് ഏജൻസിയിൽ ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് ചുങ്കത്ത് ജ്വല്ലറി, ഒരു ക്ലയന്റ് എന്ന് പറയുന്നത് തനിഷ്ക്, ഒരു ക്ലയന്റ് എന്ന് പറയുകയാണെങ്കിൽ അടുത്ത മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇങ്ങനെ 3 ക്ലയന്റ് ഉണ്ട്. ഈ 3 ക്ലയന്റിന്റെയും വർക്ക് ഒരേ സമയത്ത് എന്താ നടക്കുന്നുണ്ട്? ഈ അഡ്വർടൈസിങ് ഏജൻസിയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുന്നതിലാണ് ചുങ്കത്ത് ജ്വല്ലറിന്റെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ചുങ്കത്ത് ജ്വല്ലറിക്ക് വേണ്ടി വന്ന മെറ്റീരിയൽ ആണ് ഏത്? പേപ്പർ 10 റീം, ഇങ്ക് 5000, ബൈൻഡിങ് മെറ്റീരിയൽ 3000. ഇതേപോലെ ഒരു പേപ്പർ 15 മലബാർ ഗോൾഡിന് വന്നിട്ട് ഇങ്ക് ഒരു 10,000 അതിന് വന്നിട്ട്, ഒരു ബൈൻഡിങ് മെറ്റീരിയൽ 5000 അതിന് വന്നിട്ട്, അങ്ങനെ എന്ത് വന്നിട്ടുണ്ട്? അതിന് വേറെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. മലബാറിന് വേറെ മലബാർ, ചുങ്കത്ത്, തനിഷ്കിന് വേറെ എക്സ്പെൻസ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ. അപ്പൊ ചുങ്കത്ത് ജ്വല്ലറിന് മാത്രമാണ്. ഈ ആർട്ടിസ്റ്റിന് 12,000 കൊടുക്കുന്നില്ലേ? ആ 12,000 രൂപേന്റെ വർക്ക് ചുങ്കത്ത് ജ്വല്ലറിക്ക് മാത്രമല്ലാലോ, ഏതിനൊക്കെ ഉണ്ട്? മറ്റേ മലബാറിനുണ്ട്, തനിഷ്കിനുണ്ട്. ചുങ്കത്തിന് മാത്രം കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? എത്ര ഹവേഴ്സ് ആണ് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കിയെന്ന് കണ്ടുപിടിക്കുക. അതായത് എത്ര ഹവേഴ്സ് ആണ് ഒരു മന്തിലുള്ളത് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കാം. ഏജൻസി എത്രയാ? മാസം 5 ദിവസം നോർമൽ ലീവ് ഉണ്ട്. അപ്പോൾ 25 ദിവസമാണ് സാധാരണ വർക്കിംഗ് ഡേയ്സ്. ഒരു മന്തിലെ വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ 25 days ആണ്.
അപ്പോൾ അതിൽ തന്നെ 6 ഹവേഴ്സിന്റെ ആണ് ഷിഫ്റ്റ്. 6 മണിക്കൂറിന്റെ ഷിഫ്റ്റും 25 ദിവസമാണ് എന്ത് ചെയ്യുന്നത് ഒരു മാസത്തിൽ ആ കമ്പനിയിൽ നടക്കുന്ന വർക്ക് വരുന്നത്. അപ്പൊ 25 ഇൻറ്റു 6 എന്നടിച്ച് 150 ഹവേഴ്സ് എന്ത് നടക്കുന്നുണ്ട് ഈ 1 മന്തിൽ. ഈ 150 ഹവേഴ്സ് അവിടെ പണി നടക്കുന്നുണ്ട്. ഈ 150 ഹവേഴ്സിൽ ആകെ ആർട്ടിസ്റ്റ് എത്ര മണിക്കൂറാണ് ചുങ്കത്ത് ജ്വല്ലറിക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ? 80 മണിക്കൂറാണ് ചെലവഴിച്ചിട്ടുള്ളൂ. ബാക്കി 70 മണിക്കൂർ ഇതിനാ കൊണ്ടുപോയിട്ടതാണ് മലബാറിനും തനിഷ്കിനും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പൊ ഈ 150 മണിക്കൂർ 150 മണിക്കൂറിനാണ് ഈ 12,000 രൂപ. 80 മണിക്കൂറിന് എത്രയാണ് നമ്മൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ എങ്ങനെയാത് 12,000. അതാണല്ലോ നമ്മളെ എക്സ്പെൻസ്. ഈ 12,000 രൂപയാണല്ലോ എന്റെ സാലറി. 12,000 എത്ര ഹവേഴ്സിനുള്ളതാ? 150 ഹവേഴ്സിനുള്ളതാ. അപ്പൊ ഡിവൈഡഡ് ബൈ 150. അപ്പം ഇത്ര കിട്ടും ഒരു മണിക്കൂറിന് എത്ര പൈസ കിട്ടും? 80 റുപ്യ. ഈ 80 റുപ്യക്ക് എത്ര മണിക്കൂറാണ് ഓൻ ചുങ്കത്ത് ജ്വല്ലറിയിൽ പണിയെടുത്തത്? 80 മണിക്കൂർ. അപ്പൊ 80 ഇൻറ്റു 80 അതാണ് ഇത്ര ഓന്റെ ഈ ഒരു കോൺട്രാക്ട്, ഈ ഒരു അഡ്വർടൈസിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് എത്ര പൈസ തന്നിട്ടുള്ളൂ? 6,400 റുപ്യ ആർട്ടിസ്റ്റിന് കൊടുത്തിട്ടുള്ളൂ. അതേപോലെ ബാക്കിയുള്ള അങ്ങോട്ട് എല്ലാം സിമ്പിൾ അല്ലേ? എത്രയാണ്? 10,000 ആണ് കോപ്പി റൈറ്ററിന് കൊടുത്തത്. എത്ര മണിക്കൂറിനേക്കാ? 150 മണിക്കൂറിനേക്കാ. അപ്പോ ഇവിടെ എത്ര മണിക്കൂറാണ് ചെയ്തത്? 75 മണിക്കൂറാ ഇൻറ്റു 75 അടിച്ച എത്ര കിട്ടും? 5,000 കിട്ടും. അപ്പൊ ആർട്ടിസ്റ്റിന് എത്ര കൊടുത്തത് നമ്മള്? ആർട്ടിസ്റ്റിന് നമ്മൾ കൊടുത്തത് 80 ഇൻറ്റു 80 6,400 റുപ്യയും ഇവിടെ കൊടുത്തത് കോപ്പി റൈറ്ററിന് 5,000 റുപ്യയും ക്ലൈന്റ് സർവീസിങ് 9,000 ഡിവൈഡ് ബൈ 150 ഇൻറ്റു 30 അടിച്ച 1,800. 1,800 റുപ്യാണ് ക്ലൈന്റ് സർവീസിങ്ങിന് കൊടുത്തത്. ഇല്ല, ഓനിക്ക് ഈ ഒരു ചുങ്കത്ത് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് വന്നത് 1,800 റുപ്യാണ്. കോപ്പി റൈറ്ററിന് വന്നത് എത്രയാണ്? 5,000 റുപ്യുള്ളൂ. എനിക്ക് 10,000 റുപ്യ എടുത്തില്ല. പക്ഷെ ആ 5,000 റുപ്യാണ് ഈ ചുങ്കത്ത് ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തുള്ളൂ. ആർട്ടിസ്റ്റ് 80 മണിക്കൂറാണ് ഇതിനു വേണ്ടി പണിയെടുത്തുള്ളൂ 150 മണിക്കൂറിൽ. അപ്പൊ എനിക്ക് എത്ര കിട്ടിയത്? 6,400 റുപ്യ കിട്ടിയത്. ബാക്കിയുള്ള എക്കോനെ കൊണ്ട് ഇല്ലാച്ചാണ് പണിയെടുപ്പിച്ചത്. മലബാറിനും തനിഷ്കിനും വേണ്ടിയിട്ടാണ് പണിയെടുപ്പിച്ചത്. അതോടുകൂടി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് പ്രോബ്ലം നേരെ നമുക്ക് ഇട്ട് കൊടുക്കാം. നോക്കിയാലോ? ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാ? എന്തൊക്കെയുണ്ട്? പേപ്പർ ഉണ്ട്, ഇങ്ക് ഉണ്ട്, ബൈൻഡിങ് മെറ്റീരിയൽ ഉണ്ട്, പാക്കിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് അടിയിലുള്ള പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ വിൽ ബി റിക്വയർഡ് ടു ദി ട്യൂൺ ഓഫ് 4,000. ഈ 4,000 എന്താണ്? പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽ. അപ്പൊ എവിടെ കൊണ്ടുവരണോ? മേലെ കൊണ്ടുവരണോ? അപ്പൊ നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ പേപ്പർ എത്രയാ? 10 ഇൻറ്റു 1,800 18,000 റുപ്യാണ് എന്ത് വരുന്നത് പേപ്പറിന് വരുന്നത്. ഇങ്കിന് എത്ര വരുന്നത്? 5,000 ആണ്. അപ്പോൾ 18,000 പ്ലസ് 5,000 പ്ലസ് 3,000 ബൈൻഡിങ് മെറ്റീരിയലിന്, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയലിന് 4,000. ഇതൊക്കെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 30,000 കിട്ടും. അപ്പൊ അതന്നെയല്ലേ ഇതാ 10 ഇൻറ്റു 1,800 18,000 5,000 3,000 4,000 അങ്ങനെ 30,000. ഓക്കെ. ഇനി ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ എന്നാൽ ആർട്ടിസ്റ്റ്, കോപ്പറേറ്റർ, ക്ലൈന്റ് സർവീസിന്, പിന്നെ ഒരുത്തനുണ്ട് ആര്? നമ്മളെ ഫോട്ടോഗ്രാഫർ. അപ്പൊ ഓനിക്കൊരു 10,000. എനിക്ക് എത്രയാ? 10,000 6,400 അല്ലെ? ഫോട്ടോഗ്രാഫറിന് 10,000. ആർട്ടിസ്റ്റിന് എത്രയാ? ഈ 6,400. ഇതിലും ഡൗട്ടില്ലല്ലോ ആർട്ടിസ്റ്റിന് എത്ര അങ്ങനെ കിട്ടിയെന്നുള്ളത്. കോപ്പി റൈറ്ററിന് 5,000, ക്ലൈന്റ് സർവീസിങ്ങിന് 1,800. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യാം. എത്രയാ? 10,000 6,400 16,400 പിന്നെ 5,000 21,400 21,800 21,400 21,200 23,200 വരും. അപ്പൊ 23,200 ആണ് എത്ര നമ്മളെ ഡയറക്റ്റ് ലേബർ. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മളെ പ്രൈം കോസ്റ്റ് ഡയറക്റ്റ് കിട്ടി. എത്രയാ? 30,000 പ്ലസ് 23,200. അപ്പൊ 53,200 ആണ് എന്ത് നമ്മുടെ പ്രൈം കോസ്റ്റ്. ഇനി പ്രൈം കോസ്റ്റിന്റെ 40% ആണ് എന്ത് നമ്മളെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്. അപ്പം 53,200 ഇൻറ്റു 40% അടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് കിട്ടുക. എത്ര കിട്ടുക? 21,280 കിട്ടും. ഈ 21,280 പ്രൈം കോസ്റ്റിന്റെ കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഫാക്ടറി കോസ്റ്റ് കിട്ടും. അപ്പൊ എത്ര കിട്ടും? ആഡ് ചെയ്താൽ 74,480 കിട്ടും. ഇതെന്താണ് നമ്മളെ ഗ്രോസ് ആണോ നെറ്റ് ആണോ? ഫാക്ടറി കോസ്റ്റിന്റെ നെറ്റ് ആണിത്. കാരണം എന്തില്ല, നമുക്ക് ഇങ്ങനെ ഒരു വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പൊ ഇത് നേരെ എന്താണ്? നെറ്റ് ഫാക്ടറി കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക. ഇതിന്റെ 25% ആണ് എന്ത്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഇടയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സാധനം എന്തില്ല? നില്ലാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞ സാധനം നില്ലാണ്. കാരണം അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. ബെറ്റർ അത് എഴുതാണ്ടിരിക്കുക. പിന്നെ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് 74,480 നമ്മൾ എഴുതി വെച്ചല്ലോ.
എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇതെന്താ അതാണ് നല്ല ഈ അല്ലെങ്കിൽ എഴുതണം എന്നുള്ള മുട്ടി. ഇപ്പൊ കോസ്റ്റ് ഷീറ്റിന്റെ കറക്റ്റ് ചില ആൾക്കാർ എന്ത് ചെയ്യും, കൺസെപ്റ്റ് മനസ്സിലാക്കാതെ കോസ്റ്റ് ഷീറ്റിന്റെ ഇതാണ് ഫോർമാറ്റ്, ഇത് കാണാണ്ട് പഠിച്ച് അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും കേട്ടോ. നിങ്ങളുടെ കൂട്ടത്തിലും ഉണ്ടാവും. എന്ത് ഫോർമാറ്റ് എഴുതിയാലും മാർക്ക് കിട്ടും. അപ്പോ ഇതാണ് കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ്, ഇതങ്ങനെ തന്നെ കാണാൻ പാടാൻ പഠിക്കും. അല്ലെങ്കിൽ ഇത് ചെറിയൊരു ബിറ്റ് എടുത്ത് വെച്ചിട്ട് ഇപ്പൊ നമ്മുടെ എക്സാം ആൾ വേണ്ടിട്ട് ഇതാണ് കോസ്റ്റ് ഷീറ്റ് എന്തായാലും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഇതില് 2A വരുന്നത് കോസ്റ്റ് ഷീറ്റ്. അപ്പൊ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് ചെറിയൊരു ബിറ്റ് ഉണ്ടാക്കി വെക്കും. എന്നിട്ട് നേരെ എന്ത് ചെയ്യും, എക്സാം തുടങ്ങിയ ഫസ്റ്റ് പേപ്പറിൽ തന്നെ കോസ്റ്റ് ഷീറ്റിന്റെ ഫോർമാറ്റ് എഴുതി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ആൻസറിലേക്ക് പോകും. അങ്ങനത്തെ ടീംസ് ഉണ്ടാവും. അപ്പോൾ ആ ടീംസ് എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ ഫാക്ടറി കോസ്റ്റ് എത്ര കിട്ടിയത് 74,450. അപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര തന്നെയാ 74,450. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എത്രയാ 74,450. അങ്ങനെ എഴുതി വെക്കാം കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാ. അപ്പോ ഇതിന്റെ 25% ആണ് എന്ത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പൊ 74,480 ഇൻറ്റു 25%, 18,620 ആണ് എന്ത്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോ ഈ പറഞ്ഞ ഫാക്ടറി കോസ്റ്റിന്റെ 74,480 പ്ലസ് 18,620 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഓക്കെ, കോസ്റ്റ് ഓഫ് സെയിൽസ് എത്ര വരുന്നത് 93,100. അപ്പോ എത്ര കിട്ടി, കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. അപ്പൊ ഇത് എന്ന് പറയുന്നത് എത്രയാണ് 80%. കാരണം ഏജൻസി എക്സ്പെക്ട്സ് എ പ്രോഫിറ്റ് ഓഫ് 20% ഓൺ ദ ക്വാർട്ടർ പ്രൈസ്. എന്ന് വെച്ചാൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ 20% പ്രോഫിറ്റും 80% കോസ്റ്റും. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, ഐ മീൻ കൂടുതലായിട്ടും ക്ലാസ് ഒന്നും കേൾക്കാത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഇതൊരു പുതിയ അറിവായിരിക്കും. കാരണം അധികം പുതിയ അറിവായിരിക്കില്ല, കാരണം +1 +2 നിങ്ങൾ 9 അല്ലേ പഠിക്കാം. അപ്പം കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് സെയിൽസ് എന്നൊരു സാധനമുണ്ട്. സെയിൽസിൽ എന്താണ് മൈനസ് പ്രോഫിറ്റ്, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ കോസ്റ്റിന്റെ കൂടെ 10% ആഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഇതിനെന്ത് ചെയ്യാം, നമ്മൾ 100 എടുക്കാം. 93,100 100 എടുക്കാം. എന്നിട്ട് പ്ലസ് 20% അടിച്ചാൽ നമുക്ക് എത്ര കിട്ടും, 120 കിട്ടും. അതാണ് നമ്മുടെ സെയിൽസ്. പക്ഷെ ഇവിടെ എന്താണ് അങ്ങനെയല്ല പറയുന്നത്, സെയിൽസിനെ 100 എടുക്കാനാണ് പറയുന്നത്. സെയിൽസിനെ 100 എടുക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ കോസ്റ്റ് 93,100 എന്നുള്ള എത്രയായിരിക്കും, 80% ആയിരിക്കും. കാരണം 20% പ്രോഫിറ്റാണ്. അപ്പൊ 93,100 ഡിവൈഡ് ബൈ 80% എന്ന് വെച്ചാൽ സിമ്പിൾ, നേരെ നമുക്ക് എത്ര കിട്ടും, സെയിൽസ് കിട്ടും. ഇനിയല്ല നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബുക്കിൽ വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 93,100 ഇൻറ്റു 80/100 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും, ഈ 1,16,325 കിട്ടും. ഇനി നിങ്ങൾക്ക് നേരെ പ്രോഫിറ്റാണ് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1,16,370 അല്ല 93,100 എടുക്കുക. അതാണ് നമുക്കിപ്പം കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടിയത്. 93,100 ഇൻറ്റു 20 പ്രോഫിറ്റ്. 20 ഡിവൈഡ് ബൈ 120 നമ്മൾ സെയിൽസ് ആയിട്ട് എടുക്കേണ്ടി വരും. എത്ര കിട്ടും നമുക്ക്, ഒരു 23,275 കിട്ടും. അപ്പൊ അതാണ് പ്രോഫിറ്റ്. ഈ ഒരു കാൽക്കുലേഷൻ മെയിനായിട്ട് നിങ്ങൾക്ക് എവിടെ ഉണ്ടാവും, ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ ഉണ്ടാവും. അവിടെ തന്നെ നമുക്ക് ഇത് കട്ടൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇതിന് ചെറിയൊരു ടൈപ്പ് സാധനമാണ് ഇവിടെ കൊടുത്തത്. അപ്പൊ ഇതിൽ ഓൾറെഡി ആരോ 54 അങ്ങനെ ഒരു ചങ്ങായി എന്തായിട്ടുണ്ട്, ഈ സാധനം ക്വസ്റ്റ്യൻ നമുക്ക് എന്തായിട്ടുണ്ട്, ഈ ആൻസർ ഇട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ കാൽക്കുലേഷൻ. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യുക, ചാറ്റ് ബോക്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ കുറച്ചും കൂടി എടുക്കുമ്പോൾ കുറച്ചും കൂടി രസം ഉണ്ടാവും. അല്ലെങ്കിൽ കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ ഇടക്കൊക്കെ എന്ത് ചെയ്യുക, മ്യൂട്ട് ചെയ്യുന്നത് അൺമ്യൂട്ട് ആക്കിയിട്ട് സംസാരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനിയിപ്പോ ഞാൻ പറഞ്ഞ ടൈം 8:30 ആയി. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇതാണ് കൂടുതൽ. ഈ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ പറഞ്ഞ പേപ്പർ 10 ഡ്രീംസ് എന്ന് പറയണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻസിന്റെ ചിലപ്പോ എമൗണ്ട് മാറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനം. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. കുറച്ച് ഇരുന്ന് ചെയ്യണം. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുതരാം, പക്ഷെ ഇതിന് നല്ലൊരു ടൈം എടുക്കും. ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ ഈ പേപ്പർ എന്നുള്ള ഈ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഈ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യണ്ട എന്ന തോട്ട് വരികയാണെങ്കിൽ യെസ് ഓർ നോ ഇടാന്ന് അറിയിട്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ ചെയ്യണോ, ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തുതരാം. നമുക്ക് തോന്നുന്നത് ഒരു കുറച്ച് ലെങ്തിയാണിത്. ലെങ്തി മാത്രമല്ല കുറച്ച് പണിയുമാണിത്. ഒരു 15-20 മിനിറ്റ് ഉണ്ടാവും.
ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ ഡയറക്റ്റ് ചോദിച്ചോ, മെസ്സേജ് അയച്ചോ, അതാണ് ഏറ്റവും ബെസ്റ്റ്, ബെറ്റർ അതായിരിക്കും. ഒന്ന് കുറച്ച് വെച്ചാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, അതേപോലെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തരുന്നുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി വർക്ക് ഫിനിഷ് ടു ഇവിടെയാ തരുന്നത്. ഇൻഡയറക്റ്റ് ലേബറിൽ തന്നെ ഇൻട്രസ്റ്റ് വേറെ ഒരു സാധനം കയറി വരുന്നുണ്ട്. ഡയറക്റ്റ് ലേബറിന് അക്രൂഡ് എക്സ്പെൻസ്, ഡയറക്റ്റ് ലേബർ മേലെ തന്നിട്ടുണ്ട്, ഇവിടെ 1,60,000 തന്നിട്ടുണ്ട്. അടിയിൽ കൊണ്ടുപോയിട്ട് ഇത് അക്രൂഡ് എക്സ്പെൻസ് 8,000, അപ്പൊ 1,60,000 നമ്മൾ 8,000 ആഡ് ചെയ്ത് എന്നിട്ട് ഡയറക്റ്റ് ലേബറിൽ 1,60,000 അങ്ങനെ ചെയ്യണം. അങ്ങനെ കുറെ ഉണ്ട്. ഇത് ചെയ്യണമെങ്കിൽ കുറച്ചൊന്നും ഇരിക്കാം. ഇതൊന്നും അത്ര എക്സാമിന് വരണം എന്നൊന്നുമില്ല, ചാൻസ് കുറവാണ്. ഇങ്ങനെ ഒരു പ്രോബിലിറ്റി പറയുകയാണെങ്കിൽ 60-40 ഓട്ടിക്കോ. 60% ഇത് വരില്ല, 40% വരുള്ളൂ, കൂടുതൽ ഇത് വരില്ല. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട. ഓ സോറി സോറി സോറി, ഞാന് അതെ സിനുവ ഓരോ ഡൗട്ട്. 93,100 എനിക്ക് 120 അല്ല ഡിവൈഡ് 120 into 20 എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നുണ്ടല്ലേ? സോറി കേട്ടോ, അത് ഞാൻ പറഞ്ഞ തെറ്റാ. എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഡയറക്റ്റ് പ്രോഫിറ്റ് എടുക്കാനുള്ള വഴി എന്ന് വെച്ചാൽ ഇൻറ്റു 100/80 ചെയ്താലും നമുക്ക് എന്ത് കിട്ടും, സാധനം കിട്ടും. 93,100 ഇൻറ്റു 100/80 ചെയ്താൽ എത്ര കിട്ടും? അയ്യോ, എന്നാലും നമുക്ക് കിട്ടുന്ന 1,14,375 എന്നല്ല. ഡയറക്റ്റ് പ്രോഫിറ്റ് കിട്ടേണ്ട ഒരു സാധനം, സോറി ഇപ്പൊ എനിക്ക് മറന്നേക്ക്. ഞാനിപ്പോ ഓടിക്കണ്ട്, ഞാൻ അന്നേരം അടിച്ചുതരാം. എന്തായാലും എനിക്ക് സംഭവം നേരത്തെ കത്തിയിട്ടില്ലേ, അത് മതി. സോറി കേട്ടാ സിനുവ. ഞാൻ വേണമെങ്കിൽ DM-ലൊന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഡയറക്റ്റ് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. പ്രോഫിറ്റ് 23,225 എങ്ങനെ കിട്ടുക എന്നുള്ളത് അങ്ങനെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എന്റെ മനസ്സിൽ ഓടുന്നില്ല, ഞാനിപ്പോ ഈ ഡൗട്ട് നിങ്ങൾ ഡൗട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞ തെറ്റാന്ന് മനസ്സിലായി. ഓക്കെ, ഇത് ചെയ്യണോ? ഒരു ഹലോ, ഫിദയായിട്ടും പറയുന്നുണ്ട് ചെയ്യാന്ന്. അല്ല, അത് 2025 എന്നുള്ളത് നമ്മള് എപ്പോഴും കോമൺ ആയിട്ട് വരുന്നോണ്ട് 2025 പഠിച്ചു വെക്കുന്നതല്ലേ. ഇപ്പം 20ക്ക് 25 ആണെന്ന് പറയുന്നത്. ഇപ്പം അതേപോലെ തന്നെ എന്താണ് കോസ്റ്റ്, ഇപ്പത്തെ 20% ആണ് കോട്ടേഷൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. പ്രോഫിറ്റ് 20% ആണെന്ന് പറയുന്നത്. അത് നേരെ 40% ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ നടക്കുക നേരെ പോലെ. 20ക്ക് 25 എന്ന് പറയുന്നത് 40ക്ക് എത്ര എനിക്ക് പെട്ടെന്ന് കിട്ടുക ഇല്ല. അപ്പൊ അങ്ങനെ പഠിച്ചു വെക്കരുത്. ഒരാൾ 20% ആണെങ്കിൽ ഇപ്പുറത്തെ 25% എന്ന് പറയുന്ന സാധനം ഉണ്ട്, എല്ലാവരും പഠിപ്പിച്ചു തരും ക്ലാസ്സിൽ. അതങ്ങനെ കാണാണ്ട് പഠിച്ചു വെച്ചാൽ എടുത്തൂല കേട്ടോ, അതിനോട് കാര്യമില്ല. കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇത് എങ്ങനെ കിട്ടിയെന്നുള്ളൊരു ചോദ്യം വരും. ഞാൻ ഇപ്പം പറഞ്ഞ പോലെ 20% മാറിയിട്ട് 40% ആയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ തശ്രീഫ് എനിക്ക് സാധനം കറക്റ്റ് കിട്ടൂല. ഓക്കെ, ഇത് ചെയ്യണമെങ്കിൽ ഞാൻ വേഗം പറഞ്ഞുതരാം, അതാണ് കുറച്ചും കൂടി ബെറ്റർ. ഈ സാധനം ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഇത് ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാരെ മാത്രമേ ലൈവിൽ ബാക്കി നിന്നാൽ മതി. ബാക്കിയുള്ളവരൊന്നും ലൈവിൽ നിൽക്കണമെന്നില്ല. ഇതോടുകൂടെ കോസ്റ്റ് കഴിഞ്ഞ് ഇനിയിപ്പോ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, പേഴ്സണലി ചോദിക്കാം. ഇനിയിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ തീരുന്നത് വരെ എന്ത് ചെയ്യാം, ഇതിൽ തന്നെ മെസ്സേജ് ചെയ്തിട്ടും ചോദിക്കാം, അല്ലെങ്കിൽ മ്യൂട്ട് ആക്കിയിട്ടും ചോദിക്കാം, അല്ല അൺമ്യൂട്ട് ചെയ്തിട്ടും ചോദിക്കാം. ഇത് ചെയ്യുകയാണെങ്കിൽ ഞാൻ എങ്ങനെ പറഞ്ഞുതരാം. റോ മെറ്റീരിയൽ 1,40,000, അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തുണ്ടാവും, റോ മെറ്റീരിയൽ പർച്ചേസും ഉണ്ടാവും, അതേപോലെ തന്നെ ഓപ്പണിംഗും ഉണ്ടാവും, ക്ലോസിംഗും ഉണ്ടാവും. അപ്പം റോ മെറ്റീരിയൽ ഇത് ഓപ്പണിംഗ് ആണ് തന്നിട്ടുള്ളത് 1,40,000. നമ്മൾ എത്രയാണ് പർച്ചേസ് ചെയ്തത്? മെറ്റീരിയൽ പർച്ചേസ്ഡ് 3,20,000. ഈ ക്വസ്റ്റ്യൻ മാത്രം ജസ്റ്റ് ഞാൻ ചെയ്യുന്നില്ല, ആൻസർ ചെയ്യുന്നില്ല. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് വരുന്നത്, അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എഴുതുന്നതാണ്. അപ്പൊ 1,40,000 പ്ലസ് 3,20,000 മെറ്റീരിയൽ പർച്ചേസ്ഡ്, അതിൽ തന്നെ പർച്ചേസ് റിട്ടേൺ വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയാണ്. എന്ന് വെച്ചാൽ 3,20,000 മൈനസ് 4,800. ഓക്കെ 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 ഓക്കെ. ഇതിൽ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാനുണ്ട്, ഈ സാധനങ്ങളൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കാണുന്നില്ലേ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം, ഇത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ, അതിന്റെ കൂടെ നമ്മൾ പർച്ചേസ് 3,20,000, ഫ്ലൈറ്റ് 16,000, ഇത് നമ്മൾ ആഡ് ചെയ്യണം. പർച്ചേസിന്റെ കൂടെ ഈ എക്സ്പെൻസുകളൊക്കെ ആഡ് ചെയ്താലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, മീൻ കംപ്ലീറ്റ്ലി പർച്ചേസിന്റെ കൂടെ പർച്ചേസ് റിട്ടേൺ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ അതേ സെയിം സാധനം. അപ്പോൾ 3 lakh
20,000 പ്ലസ് 16,000 മൈനസ് 4,800 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ സാധനം കിട്ടുക. മെറ്റീരിയൽ ഇത്രയാണ് പർച്ചേസ് അത് കിട്ടുക എന്ന് വെച്ചാൽ 3,20,000, 16,000, 3,36,000, അതിന്റെ കൂടെ 4,800 കുറച്ചാൽ 3,31,200 അല്ലേ? ആ ഒരു എമൗണ്ട് വരും. അതിന്റെ കൂടെ ഈ 1,40,000 ആഡ് ചെയ്ത് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ തരുന്നുണ്ട്. ക്ലോസിംഗ് ഇൻവെന്ററി ഓഫ് മെറ്റീരിയൽ 1,80,000 ഇതിനെ ലെസ് ചെയ്ത്. അപ്പം ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 2,91,200 കിട്ടും. പിന്നെ ഡയറക്റ്റ് ലേബർ ഇതാ 1,60,000. ഈ 1,60,000 അക്രൂഡ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ് കാണുന്നുണ്ട് 8,000 ഉണ്ട്. അപ്പൊ 1,60,000 പ്ലസ് 8,000 അതാണ് ഡയറക്റ്റ് ലേബർ എന്നുള്ളത്. 1,68,000 ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് ഇതിനെന്താ ഇല്ല, തന്നിട്ടില്ല. ഓഫീസ് എക്സ്പെൻസ്, പ്ലാൻ മെഷീനറി, ബിൽഡിംഗ്, സെയിൽസ്, ഇതിലൊന്നും ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പൊ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അപ്പം എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് എത്ര വരുന്നത്? 2,91,000, 1,68,000, 4,59,200 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഫാക്ടറി ഓവർഹെഡ്. ഇപ്പം ഈ ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇൻഡയറക്റ്റ് ലേബർ. എനിക്ക് ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളെ സെക്യൂരിറ്റി ചേട്ടൻ അല്ലെങ്കിൽ അവിടെ അടിച്ചു വരുന്ന ഒരാള്, അതൊന്നും ഡയറക്ട്ലി ആ പ്രൊഡക്ഷനിലേക്ക് വരുന്ന എക്സ്പെൻസുകളല്ലാലോ. ആ പ്രൊഡക്റ്റിലേക്ക് വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് അല്ല. അപ്പൊ എന്താണ്? ഇൻഡയറക്റ്റ് ലേബർ എക്സ്പെൻസ് ആണ് ആ സാധനം. ഈ അടിച്ചു വരിക, മറ്റേ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൂപ്പർവൈസർ പിയിലേക്ക് ഡയറക്റ്റ് വരും. അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അല്ല സോറി, ഫാക്ടറി സൂപ്പർവിഷൻ എന്നൊക്കെ പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ എക്സ്പെൻസ് ആണ്. അപ്പൊ ഇൻഡയറക്റ്റ് ലേബർ 18,000, അതിന്റെ ആക്രൂഡ് ഇവിടെ ഉണ്ട് 1,200. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യണം. പ്രൊഡക്ഷൻ ഓവർഹെഡ് ആണ് ഇത്. പിന്നെ ഫാക്ടറി സൂപ്പർവിഷൻ, ഫാക്ടറിയിൽ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസും എവിടെ കൊണ്ടുവരേണ്ടത്? ഗ്രോസ് ഫാക്ടറി കോസ്റ്റിന്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട സാധനങ്ങളാണ്. അപ്പം എത്ര? ഫാക്ടറി സൂപ്പർവിഷൻ 10,000, ഫാക്ടറി റിപ്പയർസ് ആൻഡ് കീപ്പ് 14,000. പിന്നെ ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. പിന്നെ ഇതിന് കുറച്ച് അപ്പോർഷൻമെന്റ് ഉണ്ട് ഇതില്, അതാണ് കുറച്ചും കൂടി ഇടങ്ങാറ്. ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവർ അത് ഫാക്ടറിയിലുള്ള ഉണ്ടാവും, ഗോഡൌണിലുള്ള ഉണ്ടാവും, ഓഫീസിലുള്ള ഉണ്ടാവും. അപ്പം അത് ഏരിയയിലെല്ലാം കൊടുക്കേണ്ടി വരും. അത് മറ്റേ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് മറ്റേ ഫാക്ടറിയിൽ കൊടുക്കേണ്ടി വരും. മറ്റേ ഫാക്ടറി പ്രൊഡക്ഷൻ ഓവർഹെഡിൽ കൊടുക്കേണ്ടി വരും. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, ഓഫീസിലുള്ള സാധനങ്ങളാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ കൊണ്ടുവരേണ്ടി വരും. പിന്നെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സമയത്ത് നമ്മൾ മറ്റേ ഏത് ഇവിടെ കൊണ്ടുവിടേണ്ടി വരും. സെയിൽസ് നടത്തുന്ന സമയത്ത് എന്തായാലും ഹീറ്റ്, ലൈറ്റ്, പവർ ആവശ്യം ഉണ്ടാവായിരിക്കും. അപ്പോൾ ഗോഡൌൺ നല്ല നേരെ സാധനങ്ങൾ ഇങ്ങനെ പറഞ്ഞേക്കുക. അപ്പൊ അവിടെയുള്ള എക്സ്പെൻസ് ഉണ്ടാവും. അപ്പൊ ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവറിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. എത്രയാ? ഡിസ്ട്രിബ്യൂട്ടഡ് 8:1:1. അപ്പം ഫാക്ടറിയിൽ 8% ഇല്ല, 8%. അപ്പം ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവർ എന്ന് പറയുന്നത് 65,000 ആണ്. 65,000ന്റെ 8% എന്ന് വെച്ചാൽ 80% ഫാക്ടറിയിലും 10% ഓഫീസിലും 10% ഡിസ്ട്രിബ്യൂഷനിലും. എന്ന് വെച്ചാൽ ഇതിലൊക്കെ വരും, ഫാക്ടറിയിൽ വരും, ഓഫീസ് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസിൽ വരും, ഇത് പ്രൊഡക്ഷൻ ഓവർഹെഡിൽ വരും, ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ വരും, ഇത് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് വെച്ചാൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഇത് കോസ്റ്റ് ഓഫ് സെയിൽസിനെ ബാധിക്കും, ഇത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബാധിക്കും, ഇത് നെറ്റ് ഫാക്ടറി കോസ്റ്റിനെ ബാധിക്കും. അപ്പോൾ ഈ 65,000ന്റെ 80% ഇത്ര വരുന്നത് ചെയ്യാനുള്ള ഒരു ഇതില്ല. അപ്പം ഒന്നുമില്ല, 65,000 ഇൻറ്റു 8/10 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? എമൗണ്ട് കിട്ടും 52,000. പിന്നെ റേറ്റ് ആൻഡ് ടാക്സ് 6,300. ഈ റേറ്റ് ആൻഡ് ടാക്സിന് എത്ര വരുന്നത്? 2/3 ഫാക്ടറിയിലും 1/3 ഓഫീസിലും. അപ്പൊ ഇതിലേക്ക് എഫക്ട് ചെയ്യും, നെറ്റ് ഫാക്ടറിയിലും എഫക്ട് ചെയ്യും, അതേപോലെ തന്നെ ഇതിലും എഫക്ട് ചെയ്യും, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലും എഫക്ട് ചെയ്യും. 2/3 1/3. അപ്പൊ 2/3 ഇവിടെ കൊടുത്ത 6,300 ഇൻറ്റു 2/3 4,200. ഇനി മിസ്ലീനിയസ് എക്സ്പെൻസ് ഇതാ, മിസ്ലീനിയസ് ഫാക്ടറി എക്സ്പെൻസ് 18,500. അത് ഇതിൽ കൊണ്ടുവരണം, പ്രൊഡക്ഷൻ ഓവർഹെഡിൽ കൊണ്ടുവരണം. പിന്നെ പിന്നൊന്നുമില്ലല്ലോ അതില്. ഡിപ്രിസിയേഷൻ വരുന്നുണ്ട്. കാരണം നമുക്ക് ഓഫീസ് അപ്ലയൻസസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഈ സാധനങ്ങൾക്ക് എന്തുണ്ട്? ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന കുറച്ചുണ്ടാവും, മറ്റേടത്ത് യൂസ് ചെയ്യുന്ന കുറച്ചുണ്ടാവും, ഇറ്റേടത്ത് യൂസ് ചെയ്യുന്ന കുറച്ചുണ്ടാവും. ഡിപ്രിസിയേഷന് എത്രയാണ് എടുക്കുന്നത്? ഡിപ്രിസിയേഷൻ റേറ്റ് പറയുന്നുണ്ടോ? ഡിപ്രിസിയേഷൻ എത്രയാ? 5% ആണ് ഓഫീസ് അപ്ലയൻസസ്, 10% മെഷീനറി, 4% ബിൽഡിങ്സ്. ഈ ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഏതൊക്കെ അടുത്തേക്ക് പോകും? നമ്മളെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകും അല്ല, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിലേക്ക് ആ സാധനം പോകുന്നുണ്ട്. അത് ഫാക്ടറിയിലേക്ക് വരില്ല. ഏത്? ബിൽഡിങ്സ്. അപ്പം മെഷീനറി വരും, ഓഫീസ് അപ്ലയൻസസും വരുന്നുണ്ട്. ഇല്ല, ഓഫീസ് അപ്ലയൻസസ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ മാത്രമേ വരുള്ളൂ. ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസ് അല്ലേ. അപ്പൊ ഈ മെഷീനറി ഏതൊക്കെ വരുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ ഫാക്ടറിയിലും ഓഫീസിലും ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലും വരുന്നുണ്ട്. അപ്പം 8 എന്ന് പറഞ്ഞാൽ 80%. അപ്പൊ എത്രയാണ് നമ്മൾ ഓഫീസ് അപ്ലയൻസസ്?
ഓഫീസ് അപ്ലയൻസസ് 15,400. 15,400 10% 100% ആക്കി എടുത്തിട്ട് 80% ഏത് കൊടുക്കണം? നമ്മൾ പ്രൊഡക്ഷൻ ഓവർഹെഡിൽ കൊടുക്കേണ്ടി വരും. എന്താണ് 6,000? അയ്യോ സോറി കേട്ടോ, ബിൽഡിംഗ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. സോറി. പ്ലാന്റ് ആൻഡ് മെഷീനറി 10%. 4,60,500. 4,60,000 10% എന്ന് പറയുമ്പോൾ 46,050. 46,050 100% ആക്കിയിട്ട് 80% നമ്മൾ ഫാക്ടറി ഓവർഹെഡിൽ കൊടുക്കണം. വെച്ചാൽ 46,050 ഇൻറ്റു 8/10 എന്ന് അടിച്ചാൽ 36,840 നമ്മൾ എന്തെങ്കിലും കൊടുക്കണം. സോറി. ഈ നമ്മൾ എവിടെയും കൊടുക്കേണ്ട ആവശ്യമില്ല. പ്ലാന്റ് ആൻഡ് മെഷീനറി ഏടിയേ വരുള്ളൂ, ഫാക്ടറിയിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ അതിന്റെ 10% 46,050 ഫാക്ടറി മറ്റേ പ്രൊഡക്ഷൻ അവറിൽ നമ്മൾ ചാർജ് ചെയ്യണം. കുറച്ച് സ്പീഡ് കൂടുന്നതുകൊണ്ട് തിരക്ക് കൂട്ടുന്നതുകൊണ്ടും തെറ്റിപ്പോകുന്നുണ്ട്. നമ്മള് കുറച്ച് ഇരുന്ന് നോക്കുക കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ അന്നേരം പറഞ്ഞു തരണം. കാരണം ചിലപ്പോൾ ഒരാൾക്ക് കത്തും. അപ്പൊ ആ കത്തുന്ന ആളെ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ എന്നെ ഉണർത്തുക മിസ്റ്റേക്ക് വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അടുത്ത 4,60,500 46,500 പ്ലാന്റ് മെഷീനറി നമ്മൾ പ്രൊഡക്ഷൻ ഓവറിൽ ഇട്ട് ഓഫീസ് അപ്ലയൻസസ് അല്ല ഇനി 5% ഓഫ് ഓഫീസ് അപ്ലയൻസസ് അതിനിടെ കൊണ്ടുപോയിടണം. മറ്റെടുത്ത് കൊണ്ടുപോയിടണം. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിൽ കൊണ്ടുപോയിടണം. ബിൽഡിംഗ് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് 8% ഫാക്ടറിയിലും 1% ഓഫീസിലും 1% ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡിലും കൊടുക്കുന്നുണ്ട്. ബിൽഡിങ്സിന് എത്ര വരുന്നത്? 2 ലക്ഷമാണ്. 2 ലക്ഷത്തിന്റെ 4% എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 8,000 ആണ്. 8,000 8/10 6,400 ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്നത് പ്രൊഡക്ഷൻ ഓവർഹെഡിൽ വരുന്നത്. എന്നിട്ട് വർക്ക് ഇൻ പ്രോഗ്രസ് ഇതാ മേലെ ഇവിടെ ഇതാ 2 ലക്ഷം. ക്ലോസിംഗ് അടിയിലും ഉണ്ടാവും. ക്ലോസിംഗ് 1,92,000. ഇതിന് അഡ്ജസ്റ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 8,000 ഒരു എക്സ്ട്രാ കിട്ടും. 1,20,550 ആണ് ഉള്ളത്. അപ്പൊ 8,000 കൂടി നമ്മൾ ആഡ് ചെയ്ത് 1,78,550 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഫാക്ടറി കോസ്റ്റ് 6,33,750 കിട്ടും. ഇനി അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവർ റേറ്റ്. അപ്പോൾ ഇനിയുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. ഫസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് എന്ന് പറയുന്നത് എന്താണ്? ഓഫീസ് അപ്ലയൻസസ് 5%. അപ്പൊ ഓഫീസ് അപ്ലയൻസസ് എന്ന് പറഞ്ഞാൽ എത്ര? 15,400. 15,400 5% നേരെ അടുത്ത് കൊണ്ട് ഇവിടെ ഇടുക. ഡിപ്രിസിയേഷൻ ഓൺ ഓഫീസ് അപ്ലയൻസസ് 870. ഇനി ബിൽഡിങ്ങിന്റെ 1%. ബിൽഡിങ്ങിന് എത്ര? 8,000 1%. 800 കൊണ്ടിടുക ഇട്ട്. ഇനി ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവർ അതിന്റെ എത്രയാ? ടോട്ടൽ 65,000 ആണ്. 65,000 6,500. 10% എവിടെ കൊടുത്തിട്ട്? നമ്മളെ ഫാക്ടറിക്ക് കൊടുത്ത്. അപ്പോൾ 7% ഓഫീസിൽ കൊടുക്കാനുള്ളത്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൽ കൊടുക്കാനുള്ളത്. അപ്പൊ എത്ര വരും? അത് നേരെ 6,500 വരും. പിന്നെ റേറ്റ് ആൻഡ് ടാക്സ് 2/3 ഫാക്ടറിക്കും 1/3 ഓഫീസുമാണ്. അപ്പൊ റേറ്റ് എത്ര വരുന്നത്? റേറ്റ് ആൻഡ് ടാക്സ് 6,300. 6,300 എത്ര? 1/3 അല്ല. 6,300 എത്ര വരും? 4,200 റുപ്യയുടെ പോകും ഫാക്ടറിക്ക്. പോകും 2,100 എവിടെയും പോകും. അപ്പൊ അങ്ങനെ. പിന്നെ ഓഫീസ് സാലറി 8,600. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓഫീസ് റിലേറ്റഡ് എക്സ്പെൻസസ് ഇല്ല. ഇത് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് സാലറി വേജസ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് എവിടെ പോവുക? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിലുണ്ടാവും. അപ്പൊ സാലറി 8,600. അത് നമ്മൾ ആഡ് ചെയ്താൽ 18,870. എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആണ്. ഫാക്ടറി കോസ്റ്റിന്റെ കൂടെ ഈ സാധനം, ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന്റെ കൂടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്. ഓപ്പണിംഗ് സ്റ്റോക്ക് 80,000, ക്ലോസിംഗ് സ്റ്റോക്ക് 1,15,000. എന്ന് വെച്ചാൽ കൂടുതൽ സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കിയ പ്രൊഡക്ഷൻ ചെയ്ത എല്ലാ കോസ്റ്റും നമ്മൾ പ്രൊഡക്ഷൻ നടത്തിയ എല്ലാ സാധനവും വിറ്റുപോയിട്ടില്ല. അതിനുള്ള തെളിവല്ലേ ഫിനിഷ്ഡ് ഗുഡ്സിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ്. 1,15,000 ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പൊ 35,000 അല്ല 31,500. 35,000 1,15,000 അല്ലേ, സോറി 35,000 എന്തായിട്ടുണ്ട്? നമ്മള് സ്റ്റോക്ക് അവിടെ ബാലൻസ് ഉണ്ട്. 35,000 നമ്മൾ കുറക്കേണ്ടി വരും അല്ലെ. 6,56,620 35,000 കുറച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അപ്പൊ നമ്മൾ വിറ്റ ഗുഡ്സിന്റെ മുകളിൽ എത്ര ഉണ്ട്? 6,21,620 നമ്മൾക്ക് എക്സ്പെൻസ് വന്നത്. ഇനി ഈ വിൽക്കാൻ വേണ്ടിയിട്ട് വന്ന ചെലവുകൾ, അതാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഫസ്റ്റ് തന്നെ ഉള്ളത് ഹീറ്റ്, ലൈറ്റ് ആൻഡ് പവർ 65,000 10/1 നമ്മൾ എവിടെ കൊടുക്കണം? മറ്റേ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ കൊടുക്കണം. എത്ര? 6,500 അതവിടെ കൊടുത്തു. പിന്നെ
സെയിൽസ് കമ്മീഷൻ 33,600, സെയിൽസ് ട്രാവലിംഗ് 11,000, സെയിൽസ് പ്രൊമോഷൻ 22,500, ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് സാലറി വേജസ് 18,000. 3 എക്സ്പെൻസ് നേരെ കൊണ്ടിടാൻ പറഞ്ഞ സാധനം. ഹീറ്റ് ലൈറ്റ് നമ്പർ, സെയിൽസ് കമ്മീഷൻ, സെയിൽസ് ട്രാവലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് സാലറി വേജസ്. ബിൽഡിങ്ങിന്റെ 2,00,000% എവിടെ കൊടുത്തു? നമ്മള് ഇവിടെ കൊടുത്തു, ഇവിടെ ഈ സ്ഥലത്ത് കൊടുത്തു. ഇവിടെ കൊടുത്തിട്ടില്ല. ബിൽഡിങ്ങിന്റെ 2,00,000ന്റെ 4%, 8,000 രൂപേന്റെ ഒരു ഭാഗം എവിടെ കൊടുക്കണം? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനിൽ കൊടുക്കണം. അങ്ങനെ 200 അതും കൊടുത്ത്. അപ്പൊ 92,400 സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പം ഈ ഗുഡ്സ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയ 6,21,620 ഇവിടെ 92,400 കൂട്ടിയാൽ എത്ര കിട്ടും? 7,14,020. ഇത് നമ്മൾ 2 സാധനം എടുത്തിട്ടില്ല. 2 സാധനം ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ്, ഈ ഒരു സാധനം ഇൻട്രസ്റ്റ് ഓൺ ബോറോഡ് ഫണ്ട്സ് 2,000. അത് പ്രൊഡക്ഷൻ ആയിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ഒരു സാധനമാണോ? അല്ല. അപ്പൊ നമ്മള് ഈ സാധനം അതിന്റെ കൂടെ അക്രൂഡ് ആയിട്ടുള്ള 2,000, ഈ 4,000 നമുക്ക് എന്തിനെടുക്കാൻ പാടില്ല? കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് ആ ഒരു പ്രോഡക്റ്റ് ആയിട്ട് എന്തെങ്കിലും വകയിൽ റിലേറ്റഡ് ആണോ? അല്ല. നമ്മള് ബോറോഡ് ഫണ്ട് എന്നെല്ലാം പറഞ്ഞാൽ നമ്മളെ ക്യാപിറ്റൽ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന സാധനമാണ്. നമ്മൾ എന്താണ് നേരെ ഇതിലേക്ക് നമ്മളെ ബാലൻസ് ഷീറ്റിൽ വരേണ്ട റിഫ്ലക്ട് ചെയ്യുന്ന സാധനമാണ് എന്ത്? ഈ ബോറോഡ് ഫണ്ടിന്റെ സാധനം. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് എന്നൊക്കെ നമ്മൾ PNL കൊണ്ടുപോയിടേണ്ടതാണ്. ഏത് ഇവിടെ കോസ്റ്റ് ഷീറ്റിൽ കൊണ്ടുപോയിടാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് കണ്ടൻസ്ഡ് PNL എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പൺ ചെയ്യേണ്ടി വരും. അപ്പൊ നേരെ എന്ത് ചെയ്യാം? അത് ഓപ്പൺ ചെയ്യാം. കണ്ടൻസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാം. അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് കിട്ടിയ 7,14,020 അറിയാലോ. സാധാ PNL എങ്ങനെയാ? എക്സ്പെൻസ് ഒക്കെ ഡെബിറ്റ് സൈഡിലും ഇൻകംസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലും. സോറി, ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് നമ്മൾ കൊടുക്കാനുള്ള കേട്ടോ. നമുക്കൊരു പൈസ കിട്ടി, നമ്മളെ ഡിബെഞ്ചർ ഒക്കെ എന്താണ്? നമുക്കൊരു പൈസ കിട്ടിയ ആ ഡിബെഞ്ചർ നമുക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളതാണ്, നമുക്ക് തന്നല്ലോ. അപ്പൊ ഈ 2,000 കൊടുക്കാനുള്ളത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പൊ എന്ത് ചെയ്തു? നമ്മളെ കോസ്റ്റ് ഓഫ് സെയിൽസ് 14,020 ഇട്ട് ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് 2,000. അതിന്റെ അക്രൂവൽ ഒരു സാധനം. അക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? അക്രൂഡും പ്രീപെയ്ഡും എന്താന്നൊക്കെ അറിയാലോ അല്ലെ? അറിയാലോ ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നമ്മളെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ വരുന്ന സാധനമാണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ തന്നെ NPO ഉണ്ടല്ലോ, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ മെയിൻ സാധനം അക്രൂഡും പ്രീപെയ്ഡിന്റെ ഒരു കളിയാണ്. സബ്സ്ക്രിപ്ഷൻ ഡ്യൂ ആ സാധനം ഇല്ല. അപ്പൊ അവിടെയാണ് മെയിൻ ആയിട്ട് ഈ സാധനം നമ്മൾ ഇന്റർനെറ്റ് തന്നെ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒന്നാണ് ഈ അക്രൂഡ് പ്രീപെയ്ഡിന്റെ ഇമ്പോർട്ടൻസ്. അപ്പോ ഈ 4,000 നമ്മൾ ആഡ് ചെയ്ത്, പിന്നെ ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് 7,14,020 4,000. ഈ എക്സ്പെൻസിന്റെ കൂടെ നമ്മളെ സെയിൽസ് എത്രയാ? 7,68,000. അതിൽ സെയിൽസിൽ റിട്ടേൺ ഉണ്ട്. അവിടെ നോക്കിയാൽ മനസ്സിലാവും സെയിൽസിന്റെ റിട്ടേൺസ്. സെയിൽസ് റിട്ടേൺ 7,68,000, 14,000 റിട്ടേൺസ് ഉണ്ട്. അപ്പൊ 7,68,000 നമ്മൾ 14,000 തിരിച്ചു കൊടുത്ത് നമുക്ക് തിരിച്ചു കിട്ടിക്കല്ലോ. അപ്പൊ അത് നമ്മൾ സെയിൽ നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് 7,54,000 നമുക്ക് കിട്ടുന്നത്. അപ്പോ നേരെ എന്ത് ചെയ്യാം? 7,54,000 ഇപ്പുറത്ത്, ഇവിടെ 7,18,020 ഇപ്പുറത്ത്. അതെന്ത് ചെയ്യാം? നമുക്ക് ടാലി ആക്കാം. അപ്പൊ ടാലി ആക്കി 35,980 ഡെബിറ്റ് സൈഡിൽ കുറവുണ്ടാവും. ഡെബിറ്റ് സൈഡിൽ കുറവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ കൂടുതൽ എന്ന് വെച്ചാൽ എന്താണ്? ഇൻകം ഉണ്ട് ക്രെഡിറ്റ് സൈഡിൽ. ആ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യണം? വേർതിരിച്ച് എഴുതണം. അപ്പം യഥാർത്ഥത്തിൽ നമ്മളെ പ്രോഫിറ്റ് എത്രയാണ്? 35,980. ഒറ്റ ഇൻട്രസ്റ്റ് ഓൺ ബോറോയിങ്സ് കൊണ്ട് മാത്രമാണ് നമുക്ക് എന്ത് പറ്റിയത്? കോസ്റ്റ് ഷീറ്റിൽ നമുക്ക് ഇത് ആഡ് ചെയ്യാൻ പറ്റാണ്ട് പോയത്. അല്ലെങ്കിൽ നേരെ നമുക്ക് കോസ്റ്റ് ഷീറ്റിൽ എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഓഫ് സെയിൽസ് 7,14,020, സെയിൽസ് 7,54,000. അതിന്റെ ഡിഫറൻസ് നേരെ എത്ര ഉണ്ടാവും? 39,950 ഉണ്ടാവും. അങ്ങനെ 39,950 നമ്മളെ പ്രോഫിറ്റ് ആണോ? അല്ല. അതിനൊരു 4,000 നമുക്ക് കൊടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കണ്ടൻസ്ഡ് PNL എന്ന് പറയുന്ന സാധനം നമ്മൾ ഉണ്ടാക്കിയത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഈ ഒരു ക്വസ്റ്റ്യന് അത്രക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ടോന്ന് വെച്ചാൽ ഇല്ല കേട്ടോ. ഇതൊന്നും ചോദിക്കൂല. കാരണം നീട്ടിപ്പരത്താൻ ഒരിക്കൽ ബഡ്ജറ്റിങ്ങും മാർജിനലൊക്കെ ഉണ്ട്. പിന്നെ എന്തിനു ഇതെല്ലാം നീട്ടിപ്പരത്തുന്നത്? അത്രേ ഉള്ളൂ ക്വസ്റ്റ് ഷീറ്റ്. അതിന് ആർക്കെങ്കിലും എന്തൊക്കെ ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഒരു ഷിനു, വേറെ ഒരാൾ എന്നോട് പേഴ്സണൽ ഡൗട്ട് ചോദിച്ചു. അല്ലാണ്ട് വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒരു സിനു എന്ന് പറഞ്ഞൊരു ചങ്ങായി ചോദിച്ചൊരു ഡൗട്ടാണ്. പ്രൊഡക്ഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എങ്ങനെയാ ട്രീറ്റ്മെന്റ് എന്നാണ്. അതിന് പ്രൊഡക്ഷൻ ഓവർഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ അതിന് ചോദ്യം എന്താണെന്നൊക്കെ മനസ്സിലായിട്ടില്ല.
അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് വെച്ചാല് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ഉണ്ടാവും, അതല്ലാത്തതും ഉണ്ടാവും. അപ്പൊ റിലേറ്റഡ് ടു പ്രൊഡക്ഷൻ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്താക്കാൻ പാടുള്ളൂ, കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പാടുള്ളൂ. എല്ലാത്തും നമ്മൾ എന്താക്കാൻ പാടില്ല, കോസ്റ്റ് ഷീറ്റിൽ എടുക്കാൻ പാടില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. വേറെ ഡൗട്ട് ആയിരിക്കും എന്തെങ്കിലും ഉണ്ടോ? പേഴ്സണൽ ആയിട്ട് എന്താക്കൊന്നും വേണ്ടി. ഇപ്പൊ നമ്മളിപ്പോ ക്ലാസ്സിൽ ആകെയുള്ള എത്രയാ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ അതിന് എന്ത് ചെയ്യാ, സാധാ ഈ ഓപ്പൺ മെയിൻ ചാറ്റിൽ തന്നെ ഇട്ടോ നോസിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എടുത്തതിൽ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ അതിന് പറ്റിയ ടൈമാണ്. ഞാൻ എടുത്ത് എന്റെ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇനി നിങ്ങൾക്കുള്ള ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ ആണ്. ഒരു 9 മണിക്ക് നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. 3 മിനിറ്റ്സ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എന്താ ചോദിച്ചോ? അയ്യോ, ഞാൻ 7 to 8:30 അതായിരുന്നു ഞാൻ വിചാരിച്ചൊരു ടൈം. ഇപ്പൊ 8:57. ഏകദേശം നമ്മൾ 8:35 തീർത്തിന്. പിന്നെ ആ ഒരു ലാസ്റ്റ് വലിയ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുത്താണ് ആ ഒരു ടൈം. അത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉം. ഉം. ഇതാണ് നമ്മളെ ഏത് ഇപ്പം വന്ന MTP. ഈ MTP റിലീസ് ആവാനായിട്ടുള്ള ഡിസംബറിലേക്കുള്ള MTP ക്വസ്റ്റ്യൻ ആയത് നോക്കിയാൽ മനസ്സിലാവും. മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 8 ടേം ഡിസംബർ 2025 ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ ആട്ടോ. പേപ്പറിന്റെ ആ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഡയറക്റ്റ്. ഇതിനാണെങ്കിൽ ഒരു നമ്പർ പോലും മാറ്റാണ്ട് സെയിം സാധനം ഡിറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഇതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കോഷീറ്റിന് മാത്രമല്ല, നമ്മൾ ഇന്ന് എടുത്ത 3 ക്വസ്റ്റ്യനിൽ ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ 2 ക്വസ്റ്റ്യനും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ 2 ക്വസ്റ്റ്യൻ മാത്രം എടുത്തത്. ബാക്കി 11 ക്വസ്റ്റ്യനിൽ ഈ 2 മാത്രം എടുക്കാൻ കാരണം അതുകൊണ്ടാണ്. ഞാൻ വലുതെടുത്തതെന്ന് വെച്ചാൽ എല്ലാം കൂടി കവറപ്പ് ആയിക്കോട്ടെ എന്ന് എടുത്തിട്ടാണ്. എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരി.